നമസ്കാരം. RAFന്റെ പോരാളി അയാളുടെ തോക്കിലെ വെടിയുണ്ടകൾ തീർന്നതും സഹായത്തിനായി സമീപത്തുള്ള RAF ക്യാമ്പിലേക്ക് ഓടി. ആ സമയത്ത് അതിശക്തമായി മഴ പെയ്യുകയാണ്. കിട്ടിയ ഗ്യാപ്പിൽ കാട്ടിനകത്ത് മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചു നിന്നിരുന്ന നമ്മുടെ സേനാംഗങ്ങൾ അതിവേഗം മുകളിലേക്ക് കുതിച്ചു. മരങ്ങളുടെ മറ പിടിച്ചുകൊണ്ട് അവർ ഹൈഗ്രൗണ്ടിൽ എത്തുമ്പോഴേക്കും നേരത്തെ അവിടെ നിന്ന് റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടി RAF ക്യാമ്പിലേക്ക് ഓടിയ ആ ഭടൻ കുറെ ആളുകളുമായി ആ വെടിവെപ്പ് നടന്ന പോയിന്റിലെത്തി. ഈ സമയത്ത് ഹൈഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്ന പ്ലാറ്റൂൺ മെമ്പേഴ്സിന് വനത്തിനകത്തേക്ക് വൻതോതിൽ ആളുകൾ കയറിയ ഒരു ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും RAF പോരാളികൾ കാട് അരിച്ചു പറക്കുകയാണ്. ആ രാത്രി അങ്ങനെ അങ്ങ് നീണ്ടു. രാവിലെ ആയപ്പോ ടൗൺ സ്ക്വയറിലുള്ള RAF ക്യാമ്പിലെ ആളുകൾക്ക് ഒരു സംശയം. ആ സംശയം തീർക്കാനായി അവർ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ ഭാഗത്ത് വന്ന് ആ ഭാഗമൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ബിൽഡിംഗ് ഇരിക്കുന്ന കോമ്പൗണ്ടിന് അകത്തേക്ക് അവർ കടക്കുന്നില്ല, ചുറ്റും കറങ്ങിയൊക്കെ നോക്കുകയാണ്. അതിനകത്ത് ഇന്ത്യൻ സമാധാന സേനയുമായി ബന്ധപ്പെട്ട ആളുകളെ ആരെയും കാണാതെ വന്നപ്പോ RAF ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നു. അവിടെ ഇന്ത്യക്കാര് ആരുമില്ല. ഇന്ത്യയുടെ ആ സമാധാന സേന RAFുകാരുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. വിവരം മേജർ കുപ്പോയി അറിഞ്ഞു. കുപ്പോയും ഒരു ടീമും അല്പസമയം കഴിഞ്ഞതും ഹൈഗ്രൗണ്ടിന് സമീപമെത്തി. അവിടെ എത്തിയ കുപ്പോയും ടീമും മേജർ രാജ്പാൽ പുരിയെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത്. രാജ്പാൽ പുരിയുടെ ടീമാണ് താഴെ ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നത്. ആ ടീമിനെ ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ കാണാത്തത് കൊണ്ടാണ് കുപ്പോയും ടീമും അന്വേഷിച്ചു വന്നിരിക്കുന്നത്. ശരിക്കും ഒരു സംഘർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുപ്പോയും ടീമും മേജർ രാജ്പാൽ പുരിയെയും കൂടെയുള്ള ആളുകളെയും കാണണമെന്ന് ഒരുപാട് തവണ ഗാർഡ് നിൽക്കുന്ന ഇന്ത്യൻ ഭടന്മാരോട് സൂചിപ്പിച്ചിട്ടും രാജ്പാൽ പുനിയും ടീമും അത് മൈൻഡ് ചെയ്തേയില്ല. രാജ്പാൽ പുനിയും ടീമും കുപ്പോയുടെ മുന്നിലേക്ക് ചെല്ലാത്തത് അയാളുടെ ദേഷ്യം ഒന്ന് അടങ്ങാൻ വേണ്ടിയാണ്. ശരിക്കും അയാൾ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ അടുത്തേക്ക് ചെന്നാൽ അത് രണ്ട് ടീമും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് രാജ്പാൽ ആ സമയത്ത് കമാൻഡിംഗ് ഓഫീസർ സതീഷിനെ വിളിച്ചു. രണ്ട് കമ്പനികളും ഇപ്പോ ഒരു സ്ഥലത്താണെന്നും ആ സ്ഥലം കൂടുതൽ സുരക്ഷിതമാണെന്നും റേഡിയോയിലൂടെ കമാൻഡിംഗ് ഓഫീസറെ രാജ്പാൽ അറിയിച്ചപ്പോ കമാൻഡിംഗ് ഓഫീസർ സതീഷിന് ശരിക്കും സന്തോഷമായി. കമാൻഡിംഗ് ഓഫീസർ കേണൽ സതീഷിനോട് രാജ്പാൽ പുനിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും വിഷയം ഇന്ത്യയിൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. 2000 മെയ് 2-നാണ് ഈ വിഷയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോ ജൂൺ 2-ആണ്. ഈ ഒരു മാസത്തിനിടയിൽ ഒരു തരത്തിലുള്ള റേഷനും ഇന്ത്യൻ സൈനിക ക്യാമ്പിലേക്ക് എത്തിക്കുവാൻ ബറ്റാലിയൻ കമാൻഡർക്കോ മറ്റ് സേനാംഗങ്ങൾക്കോ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സേന ഏതാണ്ട് RAFന്റെ തടവിലാണ്. അവരെ എങ്ങനെ രക്ഷിക്കാം എന്നതിനെ കുറിച്ച് വളരെ കാര്യമായ ചർച്ച ഇന്ത്യയിൽ നടക്കുകയാണ്. അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭ ശരിക്കും ഒരു ത്രെട്ടിൽ പെട്ടിരിക്കുകയാണ്. കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്താണ് വെസ്റ്റ് ആഫ്രിക്കയിലെ സീറ ലയോണിൽ ഇന്ത്യൻ ഭടന്മാർ അവിടെയുള്ള റിബലുകളുടെ മുന്നിൽ പെട്ടിരിക്കുന്നത്. ശരിക്കും ആ സീറ ലയണിലെ റവല്യൂഷണറി യുണൈറ്റഡ് ഫ്രണ്ടിന്റെ ആ റിബലുകൾക്ക് മുന്നിൽ, ഗോർലകൾക്ക് മുന്നിൽ ഇന്ത്യൻ ഭടന്മാർ പെട്ടിരിക്കുകയാണ്. RAFന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന സേനയ്ക്ക് ഒരു തരത്തിലുള്ള സഹായവും എത്തിക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിലാണ് രാജ്പാൽ പുരിയുടെ ടീം മേജർ നായരുടെ ടീമുമായി കൂടിച്ചേർന്നിരിക്കുന്നത്. ആ രണ്ട് ടീമും ചേരുമ്പോൾ 233 ആളുകളായി. അവർക്ക് പുറമെ അവിടെ 11 UN നിരീക്ഷകരുമുണ്ട്. ആകെ 244 ആളുകളാണ് ഇപ്പോൾ ഹൈഗ്രൗണ്ടിലുള്ളത്. ആ ഹൈഗ്രൗണ്ടിലുള്ള 244 ആളുകളെ കവർ ചെയ്ത് RAFന്റെ ഭടന്മാർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവരുടെ അംഗസംഖ്യ 5000-ന് മുകളിലാണ്. ഹൈഗ്രൗണ്ടിലേക്ക് എത്തിയ രാജ്പാൽ പുനിയും മേജർ നായറും കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു. ആ ഹൈഗ്രൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനായി 30 ആളുകൾ വീതമുള്ള ഒരു ടീമിനെ സജ്ജമാക്കാനാണ് അവർ തീരുമാനിച്ചത്. 30 പേരടങ്ങിയ ടീമിന് ഏകദേശം 100 മുതൽ 200 മീറ്ററാണ് കവർ ചെയ്യേണ്ടത്. അങ്ങനെ 6 ടീമിനെയാണ് അവർ ഹൈഗ്രൗണ്ടിന് ചുറ്റുമായി അറേഞ്ച് ചെയ്തെടുത്തത്. ആ ടീമിന്റെ ജോലിയിൽ പ്രധാനപ്പെട്ട ഒന്ന് ആവശ്യമായ ബങ്കറുകൾ കുഴിക്കുക എന്നുള്ളതാണ്. 30 അംഗ ടീമിനൊപ്പം അഡീഷണലായി ആരെങ്കിലും എത്തിയാൽ അവർക്കും കഴിയാൻ കഴിയുന്ന ശൈലിയിലുള്ള വലിയ ബങ്കറുകളാണ് അവിടെ കുഴിക്കുന്നത്. ഹൈഗ്രൗണ്ടിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ സ്വാഭാവികമായും റോഡിന് എതിർഭാഗത്തുള്ള RAFന്റെ ക്യാമ്പിൽ പലരും നോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ശരിക്കും ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഒരു തമാശയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആ ഹൈഗ്രൗണ്ടിന് ചുറ്റും നമ്മൾ എത്ര ബങ്കർ ഉണ്ടാക്കിയാലും ആത്യന്തികമായി ആ ബങ്കറിനകത്ത് ജീവൻ നിലനിൽക്കണമെങ്കിൽ ആഹാരം കിട്ടിയേ പറ്റൂ. ആ ക്യാമ്പിലേക്ക് ആഹാരം കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും RAF പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യൻ സമാധാന സേനയ്ക്ക് അവിടെ നിന്ന് RAFന്റെ പെർമിഷൻ ഇല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് RAFന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ RAF ഭടന്മാർ തമാശയായിട്ടാണ് നമ്മുടെ ബങ്കർ നിർമ്മാണത്തെ കാണുന്നത്. അതേസമയത്ത് രാജ്പാൽ പുരിയുടെയും മേയർ നായരുടെയും നേതൃത്വത്തിലുള്ള ടീം വനത്തിനകത്ത് നിന്ന് കൂറ്റൻ മരങ്ങൾ മുറിച്ചു തുടങ്ങി. ആ മരങ്ങൾ
ബങ്കറുകൾക്ക് മേൽക്കൂര ഉണ്ടാക്കാനാണ് അവർ ഉപയോഗിക്കുന്നത്. വലിയ മരങ്ങൾ മുറിച്ച് ബങ്കറുകൾക്ക് മേൽക്കൂര ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ഏകദേശം 2 അടിയോളം പൊക്കത്തിൽ കോൺക്രീറ്റ് വരെ അവർ ചെയ്യുകയാണ്. അടിപൊളി ബങ്കറുകളാണ് നമ്മൾ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈഗ്രൗണ്ടിന് ചുറ്റും ബങ്കറുകളുടെ നിർമ്മാണം അങ്ങനെ ധൃതിയിൽ നടക്കുമ്പോൾ മേയർ നായർക്കും രാജ്പാൽ പുനിയയ്ക്കും സുബേദർ ഭത്തക്കിനും ഒരു കാര്യം വ്യക്തമായി അറിയാം. അവരുടെ കൈവശമുള്ള ആഹാര സാധനം തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ ക്യാമ്പിലെ ഓരോ വ്യക്തിയും ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് ആഹാരം കഴിക്കുന്നത്. ഒരു തവണ മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് ആ ബങ്കറുകൾ നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ശ്രമകരമായ ഒരു കാര്യമാണ്. ബങ്കർ നിർമ്മിക്കുന്നതിനൊപ്പം തന്നെ ഡെയിലിയുള്ള പ്രാക്ടീസും നിർബന്ധമായും അവരെ കൊണ്ട് 2 മേജർമാര് ചെയ്യിക്കുകയാണ്. എല്ലാ തരത്തിലും ആ ഭടന്മാരെ റെഡിയാക്കി വെക്കുകയാണ്. ഹൈഗ്രൗണ്ടിന് ചുറ്റും ആ ബങ്കർ ഉണ്ടാക്കുന്ന പ്രക്രിയ ദ്രുതഗതിയിൽ നടക്കുകയാണ്. സേനാംഗങ്ങളുടെ പരിശീലനവും കൃത്യമായി നടക്കുകയാണ്. ഇതിനിടയിൽ ഒരു ശല്യമായി മാറുന്നത് ആ മിലിറ്ററി ഒബ്സർവേഴ്സ് ആണ്. അവർക്ക് ആ ഹൈഗ്രൗണ്ടിനകത്തുള്ള ജീവിതം ഏതാണ്ട് ബോറടിച്ചുറങ്ങിയാണ്. അവരുടെ കൈവശം ആയുധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കീഴടങ്ങാൻ അവർക്കൊരു മടിയുമില്ല. അവർ ക്യാമ്പിലെ ആളുകളോട് അവരെ അവിടുന്ന് പോകാൻ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാണ്. മേജർ മേയറും മേജർ രാജ്പാൽ പുനിയും യഥാർത്ഥത്തിൽ ഒരു ത്രെട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയാണ്. ആ മിലിറ്ററി നിരീക്ഷകർ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ആ 11 പേരിൽ ഒരാൾ ബ്രിട്ടീഷുകാരനാണ്, ഒരാൾ റഷ്യക്കാരനാണ്, നേപ്പാളിക്കാരനും പാകിസ്ഥാൻകാരനും ഒക്കെ ഉണ്ട്. വിവിധ രാജ്യങ്ങളിൽ പ്രതിനിധീകരിച്ചുള്ള ആളുകളാണ് ഉള്ളത്. ഒരു ഇന്ത്യക്കാരനുമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആ നിരീക്ഷകർ ആ ക്യാമ്പിൽ ഉള്ളിടത്തോളം കാലം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് സപ്പോർട്ട് ഇന്ത്യൻ സേനയ്ക്ക് ലഭിക്കുമെന്ന് രാജ്പാലിനും അതുപോലെ മേജർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഒരു തീരുമാനമെടുത്തു. ആ നിരീക്ഷകരെ ഒരു ജയിൽ മുറിയെ പോലെ ഒരു ടെന്റിനകത്ത് അടയ്ക്കാനാണ് അവർ തീരുമാനിച്ചത്. ശരിക്കും ആ നിരീക്ഷകർ അതിന്റെ ഫലമായി തടവിലാക്കപ്പെടുകയായിരുന്നു. അവർക്ക് കാവലായി മേജർ നായരുടെയും രാജ്പാൽ പുനിയുടെയും സേനയും ഉണ്ട്. ഒരു കാരണവശാലും ആ നിരീക്ഷകരെ ക്യാമ്പിൽ നിന്ന് പുറത്തുവിടാൻ പാടില്ല എന്ന് ഒരു തീരുമാനത്തിലേക്ക് ആ ഹയർ അതോറിറ്റികൾ എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ നിന്ന് ഹൈഗ്രൗണ്ടിലേക്ക് എത്തിയിട്ട് ഏകദേശം ഒരാഴ്ച ആകാറായപ്പോൾ ഒരു ദിവസം ഹൈഗ്രൗണ്ടിന് സമീപത്തേക്ക് സിസ്റ്റർ വന്നു. RUFന്റെ അധികാര പരിധിയിലുള്ള ഭാഗത്ത് തന്നെയാണ് സിസ്റ്റർ നിൽക്കുന്നത്. സിസ്റ്ററെ കണ്ടതും 2 അംഗരക്ഷയുടെ അകമ്പടിയോടുകൂടി രാജ്പാൽ പുനിയ സിസ്റ്ററുടെ അടുത്തേക്ക് വന്നു. സിസ്റ്റർ കേണൽ മാർട്ടിന്റെ ഒരു സന്ദേശം രാജ്പാൽ പുനിയെ അറിയിക്കാൻ വേണ്ടിയാണ് അവിടെ വന്നത്. RUFന്റെ ഫീൽഡ് കമാൻഡർ ജനറൽ ഇസ സീസെ കൈലഹാൻ ടൗണിൽ ഉണ്ടെന്നാണ് സിസ്റ്റർ രാജ്പാൽ പുനിയോട് പറഞ്ഞത്. കൈലഹാൻ ടൗണിലെത്തിയ ജനറൽ ഇസ സെസിയോട് കേണൽ മാർട്ടിൻ രാജ്പാൽ പുനിയുടെയും ടീമിന്റെയും കാര്യം പറഞ്ഞപ്പോൾ രാജ്പാൽ പുനിയെ കാണാൻ താല്പര്യമുണ്ടെന്ന് ജനറൽ ഇസ സെസെ കേണൽ മാർട്ടിനോട് പറഞ്ഞ കാര്യമാണ് കേണൽ വഴി സിസ്റ്റർ രാജ്പാൽ പുനിയോട് അറിയിച്ചത്. ജനറൽ ഇസ സെസെ RUFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളാണ്. സീറ ലയോൺ ഏതാണ്ട് പൂർണ്ണമായും ആ ദിവസങ്ങളിൽ ജനറൽ ഇസയുടെ കാൽക്കീഴിലാണ്. ആ ജനറൽ ഇസയാണ് ഇപ്പോ മേജർ രാജ്പാൽ പുനിയെ കാണാൻ താല്പര്യമുണ്ടെന്ന് സിസ്റ്റർ വഴി അറിയിച്ചിരിക്കുന്നത്. ഈ ജനറൽ ഇസയെ കാണാൻ ഐക്യരാഷ്ട്രസഭയുടെ സീറ ലയോണിലെ മുഴുവൻ ആർമി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ജനറൽ ജെറ്റ്ലി അവിടെ എത്തിയ അന്ന് മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ ഇതുവരെയും അതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. ആ ഇസയുമായിട്ടാണ് രാജ്പാൽ പുനിയയ്ക്ക് ഇതാ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞ വിവരം കേട്ടതും രാജ്പാൽ പുനിയ അപ്പോൾ തന്നെ റേഡിയോ വഴി കമാൻഡിംഗ് ഓഫീസർ കേണൽ സതീഷിനെ വിവരം അറിയിച്ചു. രാജ്പാൽ പുനിയ പറഞ്ഞ കാര്യം കേട്ടതും കേണൽ ഉടൻ പറഞ്ഞ മറുപടി, ഏയ് വേണ്ട വേണ്ട, ഒരു കാരണവശാലും അവരുടെ ഇടയ്ക്ക് പോകണ്ട. രാജ്പാൽ പുനിയെ തടവിൽ പിടിക്കാനുള്ള ഒരു അടവായിട്ടാണ് കേണൽ സതീഷിന് തോന്നിയത്. അങ്ങനെ തോന്നിയെങ്കിലും കേണൽ സതീഷ് രാജ്പാൽ പുനിയോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാന് ഹയർ അതോറിറ്റികളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കേണൽ സതീഷ് രാജ്പാൽ പുനിയെ തിരിച്ചു വിളിച്ചു. രാജ്പാൽ പുനിയെ തിരിച്ചു വിളിച്ച കേണൽ സതീഷ് രാജ്പാൽ പുനിയോട് പറഞ്ഞത് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏയ് രാജ്പാൽ, നിങ്ങൾ ഉറപ്പായി അവരുടെ ആ ഓഫർ സ്വീകരിക്കണം. നിങ്ങൾ ചെന്ന് ജനറൽ ഇസയെ കാണണം. ഇസയോട് തടവിൽ പിടിച്ചിരിക്കുന്ന നമ്മുടെ ആളുകളെ വിടാൻ ആവശ്യപ്പെടണം. ആ റേഡിയോ സന്ദേശം കട്ടായപ്പോ രാജ്പാൽ പുനിക്ക് ശരിക്കും അതിശയോട് തോന്നിയത് 5 മിനിറ്റ് കൊണ്ട് കമാൻഡിംഗ് ഓഫീസറുടെ അഭിപ്രായം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. രാജ്പാൽ പുനിയ സിസ്റ്റർക്കൊപ്പം ടൗണിലേക്ക് പോവാൻ റെഡിയാകുന്ന സമയത്ത് വീണ്ടും കേണൽ സതീഷ് റേഡിയോയിലൂടെ രാജ്പാൽ പുനിയെ വിളിച്ചു. രാജ്പാൽ പുനിയോടായി സതീഷ് പറഞ്ഞു, ഏയ് രാജ്പാൽ, അവരെ കാണാൻ പോകുമ്പോ ഒറ്റയ്ക്ക് പോകണ്ട, മറ്റാരെങ്കിലും കൂടെ കൂട്ടണം. മേജർ രാജ്പാൽ പുനിയുടെ തീരുമാനം അറിഞ്ഞ ക്യാമ്പംഗങ്ങൾ ആ തീരുമാനം അറിഞ്ഞപ്പോൾ ശരിക്കും എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും
RAFന്റെ ക്യാമ്പിലേക്ക് രാജ്പാൽ പുനിയ പോകാൻ പാടില്ല എന്ന അഭിപ്രായമാണ് എല്ലാ പട്ടാളക്കാർക്കും ഉള്ളത്. പട്ടാളക്കാർ പൂർണ്ണമായും രാജ്പാൽ പുനിയ RAF ക്യാമ്പിലേക്ക് പോകുന്നതിനെ എതിർത്ത് സംസാരിച്ചതും രാജ്പാൽ അവരോട് ഹയർ അതോറിറ്റികളുടെ നിർദ്ദേശത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അവസാനം മനസ്സോടെയാണ് സുബേദർ ഫത്തേക്കും ശിപായി വിനോദ് ഉൾപ്പെടെയുള്ള പട്ടാളക്കാർ രാജ്പാൽ പുനിയെ യാത്ര അയക്കാൻ തയ്യാറാകുന്നതിന്. രാജ്പാൽ പുനിയ കൂടെ കൂട്ടിയത് ക്യാപ്റ്റൻ സുനിലിനെയാണ്. മേജർ രാജ്പാൽ പുനിയയും ക്യാപ്റ്റൻ സുനിലും ഹൈഗ്രൗണ്ടിൽ നിന്ന് സിസ്റ്റർക്കൊപ്പം റോഡിലേക്ക് കയറി. അവിടെ നിന്ന് അവർ താഴെ ടൗൺ സ്ക്വയറിലേക്ക് നടക്കുമ്പോൾ ഹൈഗ്രൗണ്ടിലുള്ള ഇന്ത്യൻ പട്ടാളക്കാർ വല്ലാത്തൊരു ഭയത്തോടെയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അനവധി RAF ചെക്ക് പോസ്റ്റുകൾ കടന്ന് അവർ ടൗൺ സ്ക്വയറിന് സമീപത്തുള്ള ചെക്ക് പോസ്റ്റിലെത്തി. പരിശോധനകൾക്ക് ശേഷം അവരെ RAF എത്തിച്ചത് ഒരു വീടിന്റെ മുന്നിലേക്കാണ്. ആ വീടിന്റെ മുന്നിൽ അവരെത്തുമ്പോൾ അവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആയുധധാരികളായ RAF-കാരൻ അവിടെ ഉള്ളത്. ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ കേണൽ മാർട്ടിനുണ്ട്. മാർട്ടിനെ കണ്ട് മേജർ രാജ്പാൽ പുനിയ വിഷ് ചെയ്തെങ്കിലും ശരിക്കും ഒരു തണുത്ത വിഷാണ് തിരിച്ചു കിട്ടിയത്. വളരെ തണുത്ത ഒരു പെരുമാറ്റം അവിടെ ഇരിക്കുന്ന RAF-കാരുടെ ഇടയിൽ നിന്നുണ്ടായപ്പോൾ ഒരു ഭയം ക്യാപ്റ്റൻ സുനിലിനും അതുപോലെ മേജർ രാജ്പാൽ പുനിയയ്ക്കും ഉണ്ട്. രാജ്പാൽ കേണൽ മാർട്ടിനോട് ചോദിച്ചു, എനിക്ക് ജനറൽ ഇസ്യോടൊന്ന് സംസാരിക്കണം. അങ്ങനെ മേജർ രാജ്പാൽ പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് ഒരു അനക്കവുമില്ല. തികഞ്ഞ നിശബ്ദതയാണ്. അല്പനേരങ്ങൾക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ രാജ്പാലിനോട് പറഞ്ഞു, ഓക്കെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അതാണ് ജനറൽ ഇസ്സ എന്ന് രാജ്പാൽ പുനിയയ്ക്ക് മനസ്സിലാകുന്നത്. രാജ്പാൽ പുനിയ ജനറൽ ഇസ്സയോട് പറഞ്ഞു, ജനറൽ, എനിക്ക് അങ്ങയോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ജനറൽ ഇസ്സയോട് രാജ്പാൽ പുനിയ അങ്ങനെ പറഞ്ഞപ്പോ വീണ്ടും ഒരു നിശബ്ദത. ഒരാളും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഏകദേശം 1 മിനിറ്റോളം ഒരു ശബ്ദവും ഉണ്ടായില്ല. രാജ്പാലും ക്യാപ്റ്റൻ സുനിലും ശരിക്കും പെട്ടതുപോലെയാണ്. ഏകദേശം 1 മിനിറ്റ് ആകാറായപ്പോ ജനറൽ ഇസ്സ അയാളിരുന്ന കസേര നേടിയിട്ടു. അതിനുശേഷം അയാൾ രാജ്പാലിനോട് പറഞ്ഞു, ഓക്കെ, ഫോളോ മീ. ജനറൽ ഇസ്സ ആ വീടിനകത്തേക്ക് കയറി. തൊട്ടുപുറകെ കേണൽ മാർട്ടിനുമുണ്ട്. രാജ്പാൽ പുനിയ അവരെ ഫോളോ ചെയ്ത് അകത്തേക്ക് കയറി. ക്യാപ്റ്റൻ സുനിലിന് അകത്തേക്ക് അടക്കാനുള്ള അനുവാദം കിട്ടിയില്ല. ക്യാപ്റ്റൻ സുനിൽ വല്ലാത്തൊരു അപകട ഭീതിയോടെ അകത്തേക്ക് നോക്കുമ്പോഴേക്കും രാജ്പാൽ കയറിയ മുറിയുടെ വാതിലങ്ങ് അടഞ്ഞു. രാജ്പാൽ തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽ അടയുന്നത് കാണാം. തികച്ചും ആശങ്കയോടുകൂടി രാജ്പാൽ ഹാളിനകത്തേക്ക് നോക്കുമ്പോൾ കേണൽ മാർട്ടിൻ ഒന്ന് ചിരിക്കുന്നതാണ് രാജ്പാൽ കണ്ടത്. ഹേയ് മേജർ, നിങ്ങളെ ഇത്ര ഭയപ്പെട്ട് ഞാൻ ആദ്യമായാ കാണുന്നത്. കേണൽ മാർട്ടിന്റെ ചിരിച്ചുകൊണ്ടുള്ള ആ മറുപടി കണ്ടതും ഒരു ആശ്വാസം രാജ്പാലിനുണ്ടായി. രാജ്പാലിനോട് ചിരിച്ചുകൊണ്ട് ജനറൽ ഇസ്സ പറഞ്ഞു, ഹേയ് മേജർ, ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ്. പുറത്ത് അവർ വളരെ റഫായിട്ടായിരിക്കും പെരുമാറുക. അവർ അങ്ങനെ ഒരു അന്തരീക്ഷം അവരുടെ അണികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അകത്ത് അവൾ വളരെ ഫ്രണ്ട്ലിയാണ്. ജനറൽ ഇസ്സ മേജർ രാജ്പാലിനോട് പറഞ്ഞു, മേജർ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാണ് നിങ്ങളെ കാണാമെന്ന് ഞാൻ കേണൽ മാർട്ടിനോട് പറയാൻ കാരണം. പതുക്കെ ആ സംഭാഷണം ഒന്ന് ചൂടുപിടിച്ചതും മേജർ രാജ്പാൽ പുനിയ അദ്ദേഹത്തിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചു. ജനറൽ, ഞങ്ങളുടെ കുറച്ച് ആളുകളെ നിങ്ങളുടെ ആളുകൾ തടവിൽ പിടിച്ചിട്ടുണ്ട്. അവർ തികച്ചും നിരപരാധികളാണ്. അവരെ ഒന്ന് മോചിപ്പിച്ചൂടെ? ഐക്യരാഷ്ട്രസഭയുടെ ഫീൽഡ് കമാൻഡർ ജനറൽ ജെറ്റ്ലിയുടെ ഉത്തരവ് പ്രകാരമാണ് ഹെലികോപ്റ്ററിൽ നിന്ന് RAF-കാർക്ക് നേരെ വെടി ഉതിർക്കപ്പെട്ടതുള്ള വിശ്വാസം RAFന്റെ ഫീൽഡ് കമാൻഡർ ജനറൽ ഇസ്സയ്ക്കുണ്ട്. എന്നിട്ടും ഇസ്സ രാജ്പാൽ പുനിയ ആ റിക്വസ്റ്റ് വെച്ചതും അത് അംഗീകരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യക്കാരായ ആ സേനാ അംഗങ്ങളെ അവർ തടങ്കിൽ വെച്ചിരിക്കുന്ന പാളയത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്നാണ് ജനറൽ ഇസ്സ സമ്മതിച്ചത്. ജനറൽ ഇസ്സ ആ കാര്യം സമ്മതിച്ചപ്പോ ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് രാജ്പാൽ പുനിയ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങിയത്. രാജ്പാൽ പുനിയെ പ്രതീക്ഷിച്ചിരുന്ന ക്യാപ്റ്റൻ സുനിലിനെയും കൂട്ടി രാജ്പാൽ അതിവേഗം ഹൈഗ്രൗണ്ടിലേക്ക് നടന്നു. ഹൈഗ്രൗണ്ടിലേക്ക് നടക്കുമ്പോഴാണ് ക്യാപ്റ്റൻ സുനിലിനോട് ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മയും കൂട്ടരെയും മോചിപ്പിക്കാൻ RAF സമ്മതിച്ച കാര്യം രാജ്പാൽ പറയുന്നത്. രാജ്പാൽ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ ക്യാപ്റ്റൻ സുനിലിനും ശരിക്കും സന്തോഷമായി. രണ്ടുപേരും സന്തോഷത്തോടു കൂടി മുകളിലെ ഹൈഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോൾ അവരുടെ അടുത്തേക്ക് പട്ടാളക്കാർ ഓടി വരികയായിരുന്നു. ശരിക്കും ആ പട്ടാളക്കാർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ മേജർ രാജ്പാൽ പുനിയും ക്യാപ്റ്റൻ സുനിലും കൂടി ആളുകളോടൊക്കെ പറഞ്ഞു. അവരുടെ കൂട്ടത്തിലെ ആ ലഫ്റ്റനന്റ് കേണലിനെയും ടീമിനെയും മോചിപ്പിക്കാമെന്ന് RAF-കാർ സമ്മതിച്ചതുള്ള വിവരം അറിഞ്ഞപ്പോൾ സകലർക്കും ശരിക്കും സന്തോഷമായി. ക്യാമ്പിനകത്ത് പൊതുവെ ഒരു സന്തോഷം അലയടിച്ച ദിവസമാണ്. അന്ന് വൈകുന്നേരം സുബേദർ ഫത്തേക്ക് രാജ്പാലിനോട് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. ക്യാമ്പിനകത്തുള്ള ചില പട്ടാളക്കാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് സുബേദർ ഫത്തേക്ക് രാജ്പാലിനോട് പറഞ്ഞത്. ആ ചെറിയ ടീമിന് ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുകയാണ്. ആ ക്യാമ്പിലെ ആഹാര സാധനങ്ങൾ തീർന്നു വരികയാണ്. ദിവസം ഒരു നേരം മാത്രമേ ആഹാരം ലഭിക്കുന്നുള്ളൂ. ശരിക്കും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ്
ആ പട്ടാളക്കാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്. പതുക്കെ പതുക്കെ ആ ടീം മറ്റാളുകളെ കൂടി അവരുടെ അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നാണ് സുബേദാർ ഫത്തക് രാജ്പാലോട് പറഞ്ഞത്. ആ ക്യാമ്പിനകത്തുള്ള ഭൂരിപക്ഷം പട്ടാളക്കാരും ജീവൻ പോയാലും കീഴടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയ ടീം കീഴടങ്ങുന്നതിനെ കുറിച്ച് പതുക്കെ സംസാരിച്ചു തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ആ വാർത്ത രാജ്പാലിനെ ഒന്ന് ഉലച്ചു. ഒരൊറ്റ ടീമായി അവർ നിന്നാൽ മാത്രമേ ആ പ്രതിസന്ധി മറികടക്കാൻ പറ്റൂ. ഇവിടെ ഇപ്പൊ ഇതാ ക്യാമ്പിനകത്ത് വ്യത്യസ്തമായ ഒരു അഭിപ്രായം പതുക്കെ ക്ലച്ച് പിടിക്കുകയാണ്. സുബേദാർ ഫത്തേക്ക് ആ കാര്യം റിപ്പോർട്ട് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു വിവരം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ആ ക്യാമ്പിനകത്തുള്ള സിഗ്നൽ സ്റ്റാഫുകൾ മേജർ രാജ്പാലിന്റെ ഉത്തരവ് അനുസരിക്കാൻ വിസമ്മതിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സിഗ്നൽ സ്റ്റാഫിന്റെ കമാൻഡർ ഇപ്പൊ ബറ്റാലിയൻ കമാൻഡർ കേണൽ സതീഷിനൊപ്പം ദാരുവിലാ ഉള്ളത്. ദാരുവിലുള്ള ആ കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നാണ് സിഗ്നലിന് നേതൃത്വം കൊടുക്കുന്ന ആ പട്ടാളക്കാരൻ പറഞ്ഞത്. ആ വിവരം കേട്ടതും രാജ്പാൽ പുനിയ അയാളെ ഉടൻ അദ്ദേഹത്തിന് മുന്നിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അടുത്ത നിമിഷം പട്ടാളക്കാർ ആ സിഗ്നൽ ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവന്നു. സിഗ്നൽ ഉദ്യോഗസ്ഥനെ രാജ്പാലിന്റെ മുന്നിൽ കിട്ടിയതും രാജ്പാൽ ഉടൻ ആ പട്ടാളക്കാരന്റെ ബെൽറ്റിംഗ് അഴിച്ചു. പട്ടാളത്തിൽ മേലുദ്യോഗസ്ഥർ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ബെൽറ്റ് അഴിക്കാന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാൾ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണെന്നതിന്റെ സൂചനയാണ് അത്. അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഴുവൻ പട്ടാളക്കാരെയും ഗ്രൗണ്ടിലേക്ക് വിളിച്ചു. സിഗ്നൽ ഉദ്യോഗസ്ഥനെ ഇപ്പോ ഒരു പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. അയാളുടെ മുന്നിലായി ഒരു ഫയറിംഗ് ടീം നിരന്നു നിൽപ്പുണ്ട്. ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് മേലധികാരികളുടെ ഉത്തരവ് ധിക്കരിക്കുന്ന ആളെ അതിശക്തമായി ശിക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ ഫയറിംഗ് സ്ക്വാഡിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊല്ലാനാണ്. ശരിക്കും ആ സിഗ്നൽ ഉദ്യോഗസ്ഥൻ അക്ഷരാർത്ഥത്തിൽ വിരണ്ടു പോയിരിക്കുകയാണ്. അയാളെ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിൽ നിർത്തിയിട്ട് രാജ്പാൽ പുനിയ അയാളുടെ കൂടെയുള്ള പട്ടാളക്കാരോട് ചോദിച്ചു. തികച്ചും നിരുത്തരവാദപരമായ ശൈലിയിൽ ഇയാൾ പെരുമാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ ടീമിനെ ഒരിക്കലും ഈ ശൈലിയിലുള്ള ഒരു അച്ചടക്കരാഹിത്യം അനുവദിക്കാൻ പറ്റില്ല. യുദ്ധമുന്നണിയിൽ തെറ്റായ ശൈലിയിൽ പെരുമാറുന്ന ആളുകൾക്ക് മരണശിക്ഷയാണ് വിധിക്കപ്പെടുക. ഞാൻ ഇയാളെ ഫയറിംഗ് സ്ക്വാഡിന് വിട്ടുകൊടുക്കാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ക്യാമ്പിനകത്തുള്ള 233 പട്ടാളക്കാരിൽ ഒരാളാണ് ദാ വെടിയേറ്റ് കൊല്ലപ്പെടാൻ പോകുന്നത്. അയാളെ ഒന്ന് നോക്കിയിട്ട് മുഴുവൻ പട്ടാളക്കാരും ഒന്നിച്ച് രാജ്പാലിനോട് പറഞ്ഞു, മേജർ അയാൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കാം. ഇനി ഒരു സാഹചര്യത്തിലും കമാൻഡറുടെ ഉത്തരവിനെതിരായി അയാൾ ഒരു അഭിപ്രായം പറയില്ല എന്ന് മറ്റു പട്ടാളക്കാർ ഉറപ്പിച്ച് പറയുകയാണ്. അവർ മേജറോട് പറഞ്ഞു, മേജർ ഒരു കാരണവശാലും ഇയാൾ ഇനി എതിർത്ത് നിൽക്കത്തില്ല. ഇനി ഇയാൾ തെറ്റായി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ ആ നിമിഷം നമുക്ക് ഇയാളെ ഫയറിംഗ് സ്ക്വാഡിന് വിട്ടുകൊടുക്കാം. രാജ്പാൽ പുനിയ പട്ടാളക്കാരുടെ അഭിപ്രായം കേട്ടതും പട്ടാളക്കാരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അതാണ് അഭിപ്രായമെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ഇയാൾക്ക് മാപ്പ് കൊടുക്കാം. രാജ്പാൽ പുനിയ അത് പറയുമ്പോൾ സുബേദാർ ഫത്തേക്കിന്റെയും രാജ്പാൽ പുനിയുടെയും കണ്ണുകൾ തമ്മിൽ ഒന്ന് ഇടഞ്ഞു. ശരിക്കും വിജയകരമായി ക്യാമ്പിനകത്ത് രൂപം കൊണ്ട ആ നെഗറ്റീവ് ചിന്തയെ രാജ്പാൽ പുനിയ മുളയിലെ നുള്ളിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ സിഗ്നൽ ഉദ്യോഗസ്ഥനായിരുന്നില്ല രാജ്പാൽ പുനിയുടെ ടാർഗറ്റ്. അവിടെ ആയുധം വെച്ച് കീഴടങ്ങി വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമുള്ള പട്ടാളക്കാർ ഉണ്ടായി വരുന്നു എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് രാജ്പാൽ ആ നാടകം കളിച്ചത്. അതിന് ഫലമുണ്ടായി. ആ നിമിഷം മുതൽ വീണ്ടും ഒരു ആവേശം പട്ടാളക്കാർക്ക് മുഴുവൻ ഉണ്ടാവുകയാണ്. ക്യാമ്പിനകത്ത് പട്ടാളക്കാരുടെ ആ ഉന്മേഷം കൂടുമ്പോഴും എല്ലാ ദിവസവും രാജ്പാൽ പുനിയ ഹൈ ഗ്രൗണ്ടിൽ നിന്ന് നടന്ന് ടൗൺ സ്ക്വയർ വരെ വരും. അദ്ദേഹം നടന്നു വരുന്നത് ഒരു കറുത്ത കുടയും പിടിച്ചാണ്. നടന്ന് ടൗൺ സ്ക്വയറിൽ എത്തുന്ന രാജ്പാൽ അവിടെ എത്തിയാൽ പാപ്പ ഗീമയെ കാണും, അതുപോലെ തന്നെ സിസ്റ്ററിങ് കാണും. അങ്ങനെ ദിവസവും കാണുന്നതിനിടയിലാണ് ഒരു ദിവസം പാപ്പ ഗീമ ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള വിവരം രാജ്പാലിനോട് റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്പാൽ ഉടൻ തന്നെ സിസ്റ്ററുടെ വീട്ടിലെത്തി. സിസ്റ്ററോട് കേണൽ മാർട്ടിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് രാജ്പാൽ പുനിയ പറഞ്ഞപ്പോൾ സിസ്റ്റർ രാജ്പാലിനോട് പറഞ്ഞു, മേജർ താങ്കളൊരു കത്ത് തയ്യാറാക്കി അവിടെ റേഡിയോ റൂമിലുള്ള RAFന്റെ പ്രവർത്തകർക്ക് കൊടുത്താൽ അവർ ആ കത്ത് കേണൽ മാർട്ടിനെ എത്തിക്കും. അതാണ് എളുപ്പമാർഗം. ഇവിടെ ഹൈ ഗ്രൗണ്ടിൽ നിന്ന് റോഡിൽ കയറി റോഡിലൂടെ ഇവിടെ ടൗൺ സ്ക്വയറിലേക്ക് എല്ലാ ദിവസവും രാജ്പാൽ പുനിയ വരുമ്പോൾ രാജ്പാൽ പുനിയ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് റേഡിയോ റൂം. അവിടെ എപ്പോഴും RAFന്റെ പ്രവർത്തകരുണ്ടാവും. ആ റേഡിയോ റൂം RAFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. സീറ ലൈനിലെ എല്ലാ മേഖലയിൽ നിന്നും ഇവിടെ ഈ കൈലാഖാനിൽ കോണ്ടാക്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ റേഡിയോ റൂം വഴിയാണ്. ആ റേഡിയോ റൂമിലാണ് കത്ത് കൊടുക്കാൻ സിസ്റ്റർ രാജ്പാൽ പുനിയോട് പറഞ്ഞത്. രാജ്പാൽ പുനിയ സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് അവിടെ ഒരു കത്ത് തയ്യാറാക്കി കൊണ്ടു കൊടുത്തു. ആ മെസ്സേജിന് ഫലമുണ്ടായി. പിറ്റേ ദിവസം കേണൽ മാർട്ടിനുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരം രാജ്പാൽ പുനിയും ഉണ്ടായി. രാജ്പാൽ പുനിയോട് കേണൽ മാർട്ടിൻ ചോദിച്ചു, മേജർ നിങ്ങൾ എന്താ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങാത്തെ? കേണൽ, സത്യമായിട്ട് എനിക്ക് നിങ്ങളുടെ നാടകം ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്
ഞാൻ ഇവിടെ തന്നെ തുടരുന്നത്. രാജ്പാൽ പുനിയുടെ മറുപടി പെട്ടെന്നാണ് ഉണ്ടായത്. കേണൽ, നിങ്ങളുടെ റേഷൻ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ എന്തിനാ ഇത്ര കടുപിടുത്ത പിടിക്കുന്നത്? സ്വന്തം ജീവനല്ലേ സർവ്വപ്രധാനം. ജീവൻ കളഞ്ഞ് ഇങ്ങനെ ഒരു അന്യനാട്ടിൽ താമസിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? കേണൽ മാർട്ടിൻ ഏതാണ്ട് സൗഹൃദ ഭാവത്തിലാണ് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടപ്പോൾ രാജ്പാൽ പുനിയ പറഞ്ഞു, കേണൽ, ഞങ്ങൾ ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് ജീവനേക്കാൾ പ്രധാനം ഞങ്ങളുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ സൽപ്പേര് കളയുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. രാജ്പാൽ പുനിയുടെ മറുപടി കേട്ടപ്പോ കേണൽ മാർട്ടിൻ ഒന്ന് പുഞ്ചിരിച്ചു. കേണൽ മാർട്ടിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും മേജർ രാജ്പാൽ അദ്ദേഹത്തിന് ആവശ്യം ഉന്നയിച്ചു. ലഫ്റ്റനന്റ് കേണൽ ശർമ്മയെ കാണാൻ അനുവദിക്കണമെന്നാണ് കേണൽ മാർട്ടിനോട് രാജ്പാൽ പറഞ്ഞത്. കേണൽ മാർട്ടിൻ ആ കാര്യം അനുവദിച്ചു. കേണൽ മാർട്ടിന്റെ അനുവാദം കിട്ടിയതും ക്യാമ്പിലേക്ക് മടങ്ങിയ രാജ്പാൽ ഒത്തിരി റേഷനൊക്കെ സംഘടിപ്പിച്ച് വാഹനത്തിൽ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ കാത്ത് ആർഎഫിന്റെ ഒരു ഗൈഡുണ്ട്. ഗൈഡിനൊപ്പം രാജ്പാൽ പുനിയും ഡ്രൈവറും കാടിനകത്തേക്ക് കടന്നു. ശരിക്കും വഴി എന്ന് വിളിക്കാൻ കഴിയാത്ത ഒരു റോഡിലൂടെയാണ് അവിടെ യാത്ര. മേജർ രാജ്പാൽ പുനിയും ടീമും കേട്ടിട്ടുള്ള കാര്യം, ദാരുവിൽ നിന്ന് കൈലാഹാനിലേക്ക് ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മയും ടീമും വരുമ്പോൾ കെയ്വ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ പിടിക്കപ്പെട്ടു എന്നാണ്. കെയ്വ ഗ്രാമത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും അമിത് ശർമ്മയും ടീമും ഉണ്ടാകുക എന്നാണ് യഥാർത്ഥത്തിൽ രാജ്പാൽ കരുതിയത്. പക്ഷേ രാജ്പാലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗത്തൊന്നും അല്ല അമിത് ശർമ്മ ഉണ്ടായിരുന്നത്. അമിത് ശർമ്മയെ കാണാനായി രാജ്പാലിനെ കൊണ്ടുപോയത് ശരിക്കും ഒരു ഉൾക്കാട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ രാജ്പാൽ അനവധി കുടിലുകൾ കണ്ടു. കുടിലുകളിൽ ഒന്നിലേക്കാണ് രാജ്പാലിനെ ഗൈഡ് കൊണ്ടുപോയത്. അവിടെ ആ കുടിലേക്ക് കടന്ന രാജ്പാൽ പുനിയ ആ കുടിലിലെ കട്ടിലിൽ കിടക്കുന്ന ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മയെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. അമിത് ശർമ്മയ്ക്ക് ശരിക്കും പനിക്കുന്നുണ്ട്. അമിത് ശർമ്മയുടെ ദേഹത്ത് അടിയേറ്റതിന്റെ പാടുകളുണ്ട്. ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മയെ കായികമായി ആർഎഫുകാർ കൈവച്ചിരിക്കുകയാണ്. അത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. കട്ടിൽ ഏതാണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മ രാജ്പാലിനെ കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞു പോവുകയാണ്. സമാധാന സേനയുടെ ഭാഗമായിട്ടാണ് ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മ സീറ ലയണിൽ എത്തിയത്. പക്ഷെ ഇപ്പോ അദ്ദേഹം പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അമിതിനോടായി രാജ്പാൽ പറഞ്ഞു, സർ, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അങ്ങേ മോചിപ്പിക്കാനുള്ള എല്ലാ നടപടികളും ആയിട്ടുണ്ട്. താൻ ആ ആർഎഫുകാരുടെ തടവിൽ കിടന്ന് മരിക്കാൻ പോവുകയാണെന്ന് ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മ മനസ്സുകൊണ്ട് കണക്കുകൂട്ടിയപ്പോഴാണ് മേജർ രാജ്പാൽ പുനിയ അവിടെ എത്തുന്നതും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത്. അമിത് ശർമ്മയെ ആശ്വസിപ്പിച്ചതിന് ശേഷം രാജ്പാൽ തൊട്ടടുത്തുള്ള ഒരു കുടിലേക്ക് കയറി. ആ കുടിലിനകത്തുള്ള ഇന്ത്യൻ പട്ടാളക്കാരെ കണ്ട രാജ്പാൽ ശരിക്കും നടുങ്ങിപ്പോയി എന്ന് പറയാം. ആ പട്ടാളക്കാരെ അതിക്രൂരമായി ആർഎഫുകാർ മർദ്ദിച്ചിരിക്കുകയാണ്. സമാധാന സേനയുടെ ഭാഗമായി സീറ ലയോണിലെത്തിയ ഇന്ത്യക്കാരെ ആർഎഫിന്റെ ആ ഭടന്മാർ ആ ശൈലിയിൽ മർദ്ദിച്ചത് രാജ്പാലിനെ തെല്ലെന്നുമല്ല ഉലച്ചത്. ആ പട്ടാളക്കാരോട് അവരെ രക്ഷിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന റേഷൻ സാധനങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് രാജ്പാൽ ഗൈഡിനും ഡ്രൈവർക്കൊപ്പം അവിടുന്ന് വേഗം മടങ്ങി. ആ ക്യാമ്പിൽ നിന്ന് മടങ്ങുമ്പോൾ രാജ്പാലിന്റെ മനസ്സ് ആകെ കലുഷിതമാണ്. ആർഎഫുകാരുമായി സമാധാനത്തിൽ ഇത്രയും ദിവസം മുന്നോട്ട് പോയിരുന്ന രാജ്പാൽ ഈ ശൈലിയിൽ ആർഎഫുകാർ ഇന്ത്യൻ സേനയോട് പെരുമാറുമെന്ന് കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. രാജ്പാലിന്റെ ഹൃദയത്തെ ശരിക്കും വല്ലാതെ ഉലച്ച ഒരു കാഴ്ചയാണ് ആ പട്ടാളക്കാരുടെ കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും കലുഷിതമായ മനസ്സോടെ ഹൈഗ്രൗണ്ടിലേക്ക് മടങ്ങുന്ന മേജർ രാജ്പാൽ പുനിയയ്ക്ക് ഇപ്പോൾ ഒരു കാര്യം കൂടി അറിയാം. അദ്ദേഹത്തിന്റെ ടീമിന്റെ കൈവശമുള്ള ആഹാര സാധനങ്ങൾ ഏതാണ്ട് തീരാറാവുകയാണ്. പരമാവധി ഒരു 15 ദിവസത്തിൽ കൂടിയുള്ള ഭക്ഷണമേ അവരുടെ കൈവശം ഉണ്ടാവും. അതിനും പുറമെ മറ്റൊരു പ്രശ്നം കൂടി വരാൻ പോകുന്ന കാര്യം പാപ്പ ഗീമ രാജ്പാലിനോട് പറഞ്ഞിട്ടുണ്ട്. സീറ ലയണിലെ മഴക്കാലം ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത 3 മാസം കണ്ടിന്യൂസ് മഴയായിരിക്കും. ആ മഴയത്ത് ആഹാരം പോലും ഇല്ലാതെ ക്യാമ്പിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ യാഥാർത്ഥ്യമാണ് രാജ്പാലിന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. സമാധാനപരമായി ആർഎഫിന്റെ സമ്മതത്തോടുകൂടി ആ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള രാജ്പാൽ പുനിയുടെ ആ ചിന്തയ്ക്ക് മാറ്റമുണ്ടാകുന്നത് ആ ദിവസം മുതലാണ്. രാജ്പാൽ പുനിയ ഹൈഗ്രൗണ്ടിലേക്ക് മടങ്ങിയെത്തിയതും നേരെ ചെന്നത് സിഗ്നലുകാരുടെ അടുത്തേക്കാണ്. അവിടെ എത്തിയതും സീറ ലയോണിലെ സമാധാന സേനയുടെ ഫോഴ്സ് കമാൻഡർ ജനറൽ ജെറ്റ്ലിയെ ഒന്ന് കണക്ട് ചെയ്യാനാണ് രാജ്പാൽ ആവശ്യപ്പെട്ടത്. സാധാരണഗതിയിൽ സൈന്യത്തിൽ നമ്മുടെ തൊട്ടു മുന്നിലുള്ള കമാൻഡിംഗ് ഓഫീസറുടെ അനുവാദമില്ലാതെ അതിന് മുകളിലുള്ള ഒരാളോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ജനറൽ ജെറ്റ്ലിയെ നേരിട്ട് കണക്ട് ചെയ്യാൻ മേജർ രാജ്പാൽ ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അടുത്തുള്ള ഉദ്യോഗസ്ഥർ ആ കാര്യം രാജ്പാലിനോട് ചൂണ്ടിക്കാണിച്ചതാണ്. രാജ്പാൽ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഫീൽഡ് കമാൻഡർ ജനറൽ ജെറ്റ്ലിയെ കണക്ട് ചെയ്യാൻ നോക്ക്. ജനറൽ ജെറ്റ്ലിയുടെ റേഡിയോയുമായി കണക്ഷൻ സ്ഥാപിച്ച ആ സമയത്ത് തന്നെ മുഴക്കമുള്ള ആ ശബ്ദം മേജർ രാജ്പാൽ കേട്ടു. യഥാർത്ഥത്തിൽ കൈലാഹാനിൽ പെട്ടിരിക്കുന്ന 233 ഇന്ത്യൻ സേനാംഗങ്ങളെയും അതുപോലെ ആ 11
ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷകരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ ജനറൽ ജെറ്റ്ലി അക്ഷരാർത്ഥത്തിൽ കുഴങ്ങി നിൽക്കുമ്പോഴാണ് ഇത് റേഡിയോയിലൂടെ ജനറൽ ജെറ്റ്ലി കണക്ട് ചെയ്യപ്പെടുന്നത്. കൈലാഖാനിൽ മേജർ രാജ്പാൽ പുരിയുമായി ജനറൽ ജെറ്റ്ലി സംസാരിക്കുമ്പോൾ തന്നെ ജനറൽ ജെറ്റ്ലി അവിടെയുള്ള സിഗ്നൽ ഓഫീസേഴ്സിനെ വഴക്ക് പറയുന്നത് ഇങ്ങ് കൈലാഖാനിൽ രാജ്പാൽ പുരിക്ക് കേൾക്കാം. ഇത്രയും ദിവസമായിട്ട് കൈലാഖാനിലെ ടീമുമായി റേഡിയോ വഴി കണക്ഷൻ ഉണ്ടാക്കാൻ ആ സിഗ്നലുകാർ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നാണ് ജനറൽ ജെറ്റ്ലി അയാളുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത്. ആ ചോദ്യം ഉദ്യോഗസ്ഥരോട് ചോദിച്ച ജനറൽ ജെറ്റ്ലി രാജ്പാലിനോട് പറയുമ്പോഴാണ് രാജ്പാൽ അക്കാര്യം അറിയുന്നത്. ഇന്ത്യൻ സർക്കാരും ഐക്യരാഷ്ട്രസഭയും എന്നുവേണ്ട സകല രാജ്യങ്ങളും ആകെ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. കൈലാഖാനിൽ പെട്ടിരിക്കുന്ന ആ 233 സേനാ അംഗങ്ങളോടും അതുപോലെ 11 UN നിരീക്ഷകരോടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ ലോകം ശരിക്കും പെട്ടു നിൽക്കുകയായിരുന്നു. സത്യത്തിൽ റേഡിയോ വഴി കൈലാഖാനുമായി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനറൽ ജെറ്റ്ലി അറിയുന്നത്. അതിൻ്റെതായ അമ്പരപ്പാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കേൾക്കുന്നത്. ഇപ്പം കൈലാഖാനിൽ രാജ്പാൽ പുരിയും ടീമും വളയപ്പെട്ടിട്ട് 2 മാസമായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2 മാസവും ഐക്യരാഷ്ട്രസഭ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. കോണ്ടാക്ട് ചെയ്യാൻ RF അനുവദിക്കുന്നേ ഉണ്ടായിരുന്നില്ല. റേഡിയോ വഴിയുള്ള കോണ്ടാക്ട് നടക്കുമെന്നുള്ള കാര്യം ആരും ആലോചിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ജനറൽ ജെറ്റ്ലിയുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം മേജർ രാജ്പാൽ പുനിയ അദ്ദേഹത്തിന്റെ ടീമിന്റെ മനസ്സിലിരിപ്പ് വ്യക്തമാക്കി. ആയുധം അടിയറ വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ കീഴടക്കി അന്ന് തന്നെ അവർക്ക് ആയുധം അടിയറ വെച്ച് കൈലാഖാനിൽ നിന്ന് പിന്മാറാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയുധം അടിയറ വെക്കില്ല എന്ന് ജനറൽ പുനിയ വളരെ വ്യക്തമായിട്ട് തന്നെ ജനറൽ ജെറ്റ്ലിയോട് പറഞ്ഞു. രാജ്പാൽ പുനിയ അത് പറഞ്ഞപ്പോൾ മറുഭാഗത്ത് ജനറൽ ജെറ്റ്ലിക്ക് ശരിക്കും ആവേശമുണ്ടാകുകയാണ്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു ജനറലാണ്. ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും ആയുധം അടിയറ വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത വ്യക്തിയാണ് ജനറൽ ജെറ്റ്ലി. ജെറ്റ്ലിക്ക് അദ്ദേഹത്തിന്റെ പ്രതിരൂപമാണ് മറുഭാഗത്ത് ആ റേഡിയോയിലുള്ളതെന്ന് ആ നിമിഷം ഒരു തോന്നലുണ്ടായി. ജനറൽ ജെറ്റ്ലി മേജർ പുനിയോട് പറഞ്ഞു, രാജ്പാൽ, ഒരു കാരണവശാലും നമ്മൾ കീഴടങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ല. രാജ്പാൽ, നിങ്ങളിപ്പോ ഗൂർഖ റെജിമെന്റിന്റെ ഭാഗമാണ്. നമുക്ക് നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരു പ്ലാൻ ഉണ്ടാക്കാം. ആ പ്ലാനിന് ഞങ്ങളൊരു പേരിട്ടിട്ടുണ്ട്, ഓപ്പറേഷൻ ഹുർക്കി. ഗൂർഖ റെജിമെന്റിന്റെ ഭാഗമായ ആളുകളെ രക്ഷിക്കാനുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഓപ്പറേഷൻ ഹുർക്കി എന്ന് പേരിട്ടത്. ഓപ്പറേഷൻ ഹുർക്കി എന്ന് പേരിട്ട് കൈലാഖാനിൽ അകപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭടന്മാരെ രക്ഷിക്കാനുള്ള പദ്ധതി ജനറൽ ജെറ്റ്ലിയും ടീമും പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇപ്പോഴാണ് കൈലാഖാനിൽ ഉള്ള ആളുകളോട് ആ ഇൻഫർമേഷൻ ജനറൽ ജെറ്റ്ലി പങ്കുവെക്കുന്നത്. ജനറൽ ജെറ്റ്ലിയോട് സംസാരിച്ചതിന് ശേഷം രാജ്പാൽ പുനിയ മേജർ നായരുടെ അടുത്തെത്തി. ജെറ്റ്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം നായരുമായി സംസാരിച്ചു. യഥാർത്ഥത്തിൽ പാപ്പ ഗീമ, സിസ്റ്റർ, കേണൽ മാർട്ടിൻ, മേജർ കുപ്പോയി, അതുപോലെ ജനറൽ ഇസ ഇവരുമായിട്ടൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാനായി മേജർ രാജ്പാൽ പുനിയ ശ്രമിക്കുമ്പോൾ ആ 2 കമ്പനിയും ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് അതിശക്തമായ ബങ്കറുകൾ ഉണ്ടാക്കി ആളുകളെ പരിശീലിപ്പിക്കുന്നതും സകലരും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും സാക്ഷാൽ മേജർ നായരാണ്. മേജർ നായർക്ക് ജനറൽ ജെറ്റ്ലി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും ഒരു സന്തോഷമായി. ഇനി അങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് മേജർ നായർക്കും അഭിപ്രായമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ പകൽ സമയത്ത് ആ കറുത്ത കുടയും പിടിച്ച് രാജ്പാൽ പുനിയ ടൗണിലേക്ക് നീങ്ങും. ശരിക്കും അവർ അവിടുന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതി ആലോചിക്കുകയാണെന്നുള്ള കാര്യം RFകാർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും രാജ്പാൽ പുനിയ ആ കുടയും എടുത്തുകൊണ്ട് ടൗണിലേക്ക് നീങ്ങുന്നത്. അവിടെ എത്തുന്ന രാജ്പാൽ പുനിയ പാപ്പ ഗീമയുമായിട്ടും സിസ്റ്ററുമായിട്ടൊക്കെ സംസാരിക്കും. അങ്ങോട്ട് പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും RFന്റെ ചെക്ക് പോസ്റ്റിലുള്ള ഭടന്മാരെ കണ്ട് വിഷ് ചെയ്യുന്നതും രാജ്പാൽ പുനിയുടെ ഒരു രീതിയാണ്. എല്ലാ ദിവസവും അവർ കാണുന്ന കാഴ്ചയായതുകൊണ്ട് രാജ്പാൽ പുനിയെ കാണുമ്പോൾ തന്നെ RF ഭടന്മാർ വിഷയം ചെയ്യും. അവരെല്ലാവരും കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ്, മഴ തുടങ്ങാൻ. മഴ തുടങ്ങുന്നതോടുകൂടി ഇന്ത്യൻ സേന പൂർണ്ണമായി കീഴടങ്ങുമെന്ന് RFകാർക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ദിവസവും വൈകുന്നേരം രാജ്പാലും ജനറൽ ജെറ്റ്ലിയും കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോ ജനറൽ ജെറ്റ്ലി ഒരു പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. 3 പ്ലാനുകളാണ് അവിടെ മുന്നിലുള്ളത്. ആ 3 പ്ലാനുകളും ജനറൽ ജെറ്റ്ലി രാജ്പാലിനെ അറിയിച്ചു. ഒന്നാമത്തെ പ്ലാൻ അനുസരിച്ച് ഈ ഹൈഗ്രൗണ്ടിലുള്ള ആളുകൾ ഇവിടെ നിന്ന് താഴോട്ട് യാത്ര ചെയ്ത് ഇവിടെ ഗോയ്ന ബോർഡർ കടന്ന് ഗോയ്നയിലേക്ക് കടക്കുക. ഇവിടെ ഹൈഗ്രൗണ്ടിൽ നിന്ന് ഗോയ്നയിലേക്ക് എത്താൻ ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട്. ബോർഡർ കടന്നാൽ ഒരു 5 കിലോമീറ്ററുടെ ഉള്ളിലേക്ക് പോയാൽ സുരക്ഷിതമായ ഒരു പട്ടണത്തിൽ എത്താനും പറ്റും. അതല്ലെങ്കിൽ ഹൈഗ്രൗണ്ടിൽ നിന്ന് നേരെ മുകളിലേക്ക് നീങ്ങുക. ഏകദേശം 6 കിലോമീറ്റർ യാത്ര ചെയ്താൽ ലൈബീരിയ ബോർഡറാണ്. ലൈബീരിയക്ക് ഉള്ളിലേക്ക് ഒരു 4-5 കിലോമീറ്റർ പോയാൽ സുരക്ഷിത താവളത്തിലെത്താം. ഈ 2 ഓപ്ഷന് പുറമെ ഒരു ഓപ്ഷൻ കൂടി ജനറൽ ജെറ്റ്ലി രാജ്പാൽ പുനിയോട് പറഞ്ഞു. ആ ഓപ്ഷൻ ഈ ഹൈഗ്രൗണ്ടിൽ നിന്ന് കൈലാഖാൻ ടൗണിലേക്ക് എത്തിയിട്ട്
അവിടുന്ന് വലത് ഭാഗത്തേക്ക് കാണുന്ന റോഡിലൂടെ പോവുക എന്നുള്ളതാണ്. ആ റോഡ് ഇന്ത്യയുടെ ബറ്റാലിയൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ദാരുവിലേക്കാണ്. പക്ഷെ ഹൈഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ ടൗൺ സ്ക്വയറിലെത്തി ദാരുവിലേക്കുള്ള ആ യാത്ര എന്ന് പറയുന്നത് 35 കിലോമീറ്ററിലധികം ദൂരമുള്ള യാത്രയാണ്. അത്രയും ദൂരം ഈ സൈന്യം ഏതാണ്ട് നടന്നാണ് യാത്ര ചെയ്യേണ്ടത്. ഇപ്പോ ഈ ക്യാമ്പിലുള്ള കവചിത വാഹനങ്ങൾ 2 പിന്നെ കൈവശമുള്ളത് ഒരു ജീപ്പാണ്. ഇതല്ലാതെ വാഹനമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ 35 കിലോമീറ്റർ നടക്കുക എന്ന് പറയുമ്പോൾ അത് ലേശം കടുത്ത പരിപാടിയാണ്. ആ 3 ഓപ്ഷനും ജെറ്റ്ലി അവതരിപ്പിച്ചപ്പോൾ ആ കാര്യം രാജ്പാൽ മേജറുമായി ചർച്ച ചെയ്തു. അതിനുശേഷം മേജറും രാജ്പാലും ചേർന്ന് വിവിധ പ്ലാറ്റൂണുകളുടെ ചുമതലയുള്ള ഓഫീസേഴ്സിനെ അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. ആ പ്ലാറ്റൂണിന്റെ ചുമതലയുള്ള ഓഫീസേഴ്സിനോട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി സൂക്ഷിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും അവിടെ നടക്കുന്ന കാര്യം അവർ വളഞ്ഞിരിക്കുന്ന RFR അറിയാനേ പാടില്ല. 3 ഓപ്ഷനും ഓഫീസേഴ്സിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും ആദ്യം പറഞ്ഞത് എളുപ്പമുള്ള മാർഗമല്ലേ നല്ലതെന്നാണ്. ഗെയ്നയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വെറും 2 കിലോമീറ്ററേ ഉള്ളൂ. 2 കിലോമീറ്റർ ദൂരം അതിവേഗം അവർക്ക് അടക്കാൻ പറ്റും. ഗെയ്നയിലേക്ക് പോകുന്നതിനേക്കാൾ കടുപ്പമായിരിക്കും ലൈബീരിയയിലേക്കുള്ള യാത്ര. അതിനേക്കാൾ ഏറെ കടുപ്പം ദാരുവിലേക്കുള്ള യാത്രയാണ്. ആ 3 ഓപ്ഷനുകളും അതിന്റെ സാധ്യതകളും വളരെ വ്യക്തമായിട്ട് തന്നെ രാജ്പാലും നായരും ചേർന്ന് അവരുടെ ഓഫീസേഴ്സിനെ അറിയിച്ചു. ജനറൽ ജെറ്റ്ലി രാജ്പാലിന് കൊടുത്തിരിക്കുന്നത് 24 മണിക്കൂറിന്റെ സമയമാണ്. 24 മണിക്കൂറിനകം ഒരു ഓപ്ഷൻ അവർ പറയണം. ആ ഓപ്ഷൻ തീരുമാനിച്ചതിന് ശേഷം വേണം അദ്ദേഹത്തിന്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ. എല്ലാ ഓഫീസേഴ്സും ലൈബീരിയയിലേക്കോ അല്ലെങ്കിൽ ഗിനിയിലേക്കോ പോകുന്നതാണ് എളുപ്പമെന്ന് പറഞ്ഞപ്പോൾ രാജ്പാൽ അവരോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഇന്നലെ നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മയും ടീമിനെയും ഇവിടുന്ന് ലൈബീരിയയിലേക്ക് കൊണ്ടുപോയത് കണ്ടായിരുന്നല്ലോ. ലൈബീരിയയിലേക്ക് RFന്റെ തടങ്കലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കഴിഞ്ഞ ദിവസമാണ് RFR മോചിപ്പിച്ചത്. RFR ഇന്ത്യൻ സമാധാന സേനയുടെ ആ ആളുകളെ മോചിപ്പിക്കുന്നത് അവരുടെ കൈവശമുള്ള മുഴുവൻ ആയുധങ്ങളും വാങ്ങിയതിനു ശേഷമാണ്. ആയുധങ്ങൾ മാത്രമല്ല, വസ്ത്രങ്ങളും അവർ അഴിച്ചു വാങ്ങിച്ചിരുന്നത്. ശരിക്കും അണ്ടർവെയറിലാണ് ലഫ്റ്റനന്റ് കേണൽ അമിത് ശർമ്മയും അദ്ദേഹത്തിന് ഒപ്പമുള്ള പട്ടാളക്കാരെയും വാഹനത്തിൽ ലൈബീരിയയിൽ കൊണ്ടുവന്ന് ഇറക്കിയത്. ശരിക്കും അപമാനകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ച് തന്നെ മുന്നിലിരിക്കുന്ന ഓഫീസേഴ്സിൽ പറഞ്ഞിട്ട് രാജ്പാൽ പുനിയ അവരോട് ചോദിച്ചു, നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ അപമാനിച്ച് RFന് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ? രാജ്പാൽ ചോദിച്ചതും ഉടനെ ഉത്തരം വരികയാണ്, സർ കൊടുക്കണം. രാജ്പാൽ താൻ ആ ക്യാമ്പിൽ കണ്ട കാഴ്ചകൾ കൂടി ആ പട്ടാളക്കാരോട് പറഞ്ഞു. നമുക്ക് RFന് തിരിച്ചടി കൊടുക്കണമെങ്കിൽ നമ്മൾ ഗെയ്നയിലേക്കോ ലൈബീരിയയിലേക്കോ നാട് വിട്ടുകൊണ്ട് കാര്യമില്ല. നമുക്ക് RFന്റെ ആ സ്ട്രെങ്തിലൂടെ ദാരുവിലേക്ക് പോകണം. ഹൈ ഗ്രൗണ്ടിൽ നിന്ന് RFന്റെ കോട്ടയ്ക്കുള്ളിലൂടെ ദാരുവിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് RFന് നൽകുന്ന തിരിച്ചടിയാകും. ആ കാര്യം രാജ്പാൽ പുനിയ പറഞ്ഞതും ആ ഓഫീസേഴ്സ് ആദ്യം ഒരു നിമിഷം ഒന്ന് സ്റ്റണ്ടായി. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവരെല്ലാവരും ആ കാര്യം പറഞ്ഞു, അതെ സാർ, നമുക്ക് അത് തന്നെ ചെയ്യണം. മേജർ നായരെയും അതുപോലെ മേജർ രാജ്പാൽ പുനിയയും അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ് പ്ലാറ്റൂണുകളുടെ കമാൻഡർമാർ അവിടെ പറഞ്ഞത്. അവർ ആ RFന്റെ സ്ട്രോങ് ഹോളിലൂടെ 35 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഹൈ ഗ്രൗണ്ടിൽ നിന്ന് സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്കുള്ള ദാരുവിലേക്കുള്ള റോഡ് ഒരു വനപ്രദേശത്തൂടെയാണ് പോകുന്നത്. ആ റോഡിന് ഇരുഭാഗത്തുമുള്ള ഇടതൂർന്ന വനത്തിനുള്ളിൽ RFന്റെ ഭടന്മാരുണ്ട്. അവരെ തകർത്തുകൊണ്ട് ദാരു വരെ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ്. ആകെ 233 ഭടന്മാരാണ് ക്യാമ്പിനകത്തുള്ളത്. ചുറ്റും 5000-ഓളം RFകാരുണ്ട്. ആ 5000-ഓളം വരുന്ന RFകാരെ നിഷ്ക്രിയരാക്കിക്കൊണ്ട് വേണം അവർക്ക് അവിടെ കടന്നു പോകേണ്ടത്. 5000-ഓളം ഭടന്മാരെ അവർ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള RFകാരും ആ റോഡിലേക്ക് വരും. അവരുടെയും എതിർപ്പിനെ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. ശരിക്കും ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. ആ യുദ്ധത്തിന്റെ തീവ്രത, അതിന്റെ ബുദ്ധിമുട്ട്, അതുണ്ടാക്കാൻ പോകുന്ന കൗശല്യത്തേക്ക് ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ അതേ ചർച്ച ഫോഴ്സ് കമാൻഡർ ജെറ്റ്ലിയുടെ ഓഫീസിൽ നടക്കുകയാണ്. അവരുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ആകെയുള്ള ഭടന്മാരിൽ 30% ആളുകൾ കൊല്ലപ്പെടാനോ പരിക്കേൽക്കാനോ സാധ്യതയുണ്ട്. ബാക്കിയുള്ള ആളുകളെ അവർക്ക് ഉറപ്പായി ഈ ഓപ്പറേഷനിലൂടെ രക്ഷിക്കാൻ പറ്റും. ഫോഴ്സ് കമാൻഡർ ജെറ്റ്ലി വളരെ വ്യക്തമായ ഒരു പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കൈലഹാനിൽ കുടുങ്ങിക്കിടക്കുന്ന ആ 233 പേരുടെ യാത്രയിൽ സ്വാഭാവികമായും തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും ആ തടസ്സങ്ങളെ അതിജീവിക്കാനായി അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളും അതുപോലെ പാരച്യൂട്ട് ഭടന്മാരും ഒക്കെ ഇറക്കേണ്ടി വരുമെന്ന് ജനറൽ ജെറ്റ്ലിക്ക് അറിയാം. ജനറൽ ജെറ്റ്ലി അതുമായി ബന്ധിപ്പിച്ച പ്ലാൻ തയ്യാറാക്കുകയാണ്. അതേസമയത്ത് ബറ്റാലിയൻ കമാൻഡർ കേണൽ സതീഷിന് ഫോഴ്സ് കമാൻഡർ ജെറ്റ്ലിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. 15-ാം തീയതി രാവിലെ 6 മണിക്ക്
കൈലാഖാനിൽ നിന്ന് ആ 231 ഭടന്മാരും യാത്ര തിരിക്കുന്ന അതേ സമയത്ത് ദാരുവിൽ നിന്ന് ബറ്റാലിയൻ കമാൻഡർ അവിടെയുള്ള 2 കമ്പനികളുമായി കൈലാഖാനിലേക്ക് തിരിക്കണം. ആ 2 ടീമും ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടും. കൈലാഖാൻ എന്ന് വരുന്ന ടീമിന് സപ്പോർട്ട് കൊടുക്കലാണ് ദാരു എന്നുള്ള ടീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായ പ്ലാനാണ് ഫോഴ്സ് കമാൻഡർ ജെറ്റ്ലിയും അതുപോലെ ബറ്റാലിയൻ കമാൻഡർ കേണൽ സതീഷും ചേർത്ത് തയ്യാറാക്കുന്നത്. അതേസമയത്ത് ഇവിടെ ക്യാമ്പിൽ സകല ക്യാപ്റ്റന്മാരും അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി മേജർ നായറും മേജർ രാജ്പാൽ പുനിയും ആ ക്യാമ്പിലെ പട്ടാളക്കാരെ മുഴുവൻ ഒന്നിച്ച് വിളിച്ചു ചേർത്തു. ക്യാമ്പിലെ മുഴുവൻ പട്ടാളക്കാരോടുമായി രാജ്പാൽ പുനിയ അവിടെ നിന്ന് അവർ രക്ഷപ്പെടാൻ ഉണ്ടാക്കിയിരിക്കുന്ന മിഷനെ കുറിച്ച് സൂചന കൊടുത്തു. മുഴുവൻ ഡീറ്റെയിൽസും ആ പട്ടാളക്കാരോട് പറഞ്ഞില്ലെങ്കിലും അവിടെ നിന്ന് അവർ പുറത്തു പോകാൻ പോവുകയാണെന്നുള്ള സൂചന പട്ടാളക്കാർക്ക് രാജ്പാൽ പുനിയെ കൊടുത്തതും സകല പട്ടാളക്കാർക്കും ആവശ്യമുണ്ടാകുകയാണ്. ഏകദേശം 2 മാസത്തിലധികമായി അവർ തടങ്കിലായിട്ട്. അവർക്ക് ആ ക്യാമ്പ് വിട്ട് ഒരിടത്തേക്ക് പോകാനുള്ള അനുവാദമില്ല. അവരെ വളഞ്ഞ് RAFന്റെ ആ 5000-ഓളം ഭടന്മാർ നിൽക്കുകയാണ്. ആ RAFുകാരുടെ നിരീക്ഷണത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സ്വാഭാവികമായിട്ടും എല്ലാ പട്ടാളക്കാർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പട്ടാളക്കാർ ഒരുമിച്ച് ഒറ്റ ശ്വാസത്തിൽ രാജ്പാൽ പുനിയുടെയും മേജർ നായരുടെയും ആ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ രാജ്പാൽ പുനിയ റേഡിയോയിലൂടെ ജനറൽ ജെറ്റ്ലിയെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. കാര്യങ്ങൾ കേട്ടതും ജനറൽ ജെറ്റ്ലി രാജ്പാലിനോട് പറഞ്ഞു, മേജർ, നമ്മുടെ ഓപ്പറേഷന് പറ്റിയ ഡേറ്റായി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈ 15-ആണ്. ജൂലൈ 15-ന് രാവിലെ 6 മണിക്ക് UN നിരീക്ഷകരെ കൊണ്ടുപോകാനായി നിങ്ങളുടെ ക്യാമ്പിൽ ഒരു ചിനൂക്ക് ഹെലികോപ്റ്റർ വരും, ബ്രിട്ടന്റെ വക. ആ നിമിഷം മുതൽ ഓപ്പറേഷൻ ആരംഭിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കണം. ജനറൽ ജെറ്റ്ലിയുടെ നിർദ്ദേശം അതുപോലെ പിന്നീട് നടപ്പിലാക്കപ്പെടുകയാണ്. അന്ന് പകൽ വനത്തിനകത്ത് കൂറ്റൻ മരങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് RAFന്റെ ഗാർഡുകൾ ഇന്ത്യൻ സമാധാന സേനയിലെ ഗാർഡുകളോട് കാര്യം തിരക്കി. ഗാർഡുകൾ RAFനോട് പറഞ്ഞു, ഞങ്ങള് ഒരു ഹാൻഡ്ബോൾ കോർട്ട് നിർമ്മിക്കാൻ പോവുകയാണ്. എന്തായാലും കുറേ ദിവസമായി ഞങ്ങളുടെ തങ്ങുകയല്ലേ, ഒന്ന് ഉഷാറാക്കാൻ ചില കളികളൊക്കെ വേണം. അതിനാ ഹാൻഡ്ബോൾ കോർട്ട് ഉണ്ടാക്കുന്നത്. ഒരു ഹാൻഡ്ബോൾ കോർട്ട് ഉണ്ടാക്കാനായി മരങ്ങൾ മുറിച്ചു നീക്കുകയാണെന്ന് സൈനിക ക്യാമ്പിന് കാവൽ നിൽക്കുന്ന ഗാർഡുകൾ RAFന്റെ ഗാർഡുകളോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവിടെ ആ വിഷയം അവസാനിപ്പിച്ചു. മുറിച്ചു വീഴ്ത്തപ്പെട്ട മരങ്ങൾ വെറുതെ കളയാൻ രാജ്പാൽ പുനിക്ക് തോന്നിയില്ല. അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ച് ബങ്കറുകൾ ബലപ്പെടുത്താനായി ആ മരങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണ്. ആ ബങ്കറുകൾ ഉപേക്ഷിച്ച് അവർ പോകാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും ബങ്കറുകൾ ബലപ്പെടുത്തുന്ന പ്രക്രിയയിൽ ആ ഭടന്മാര് സജീവമായി വ്യാപൃതരായി. ആർക്കും ഒരു സംശയം തോന്നാത്ത ശൈലിയിൽ കാര്യങ്ങൾ സുഗമമായി നടക്കുകയാണ്. അപ്പോഴും രാജ്പാൽ പുനിയ എല്ലാ ദിവസവും പകൽ ആ കൊടയും പിടിച്ച് ഹൈ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ ഈ സ്ക്വയറിലേക്ക് നടക്കും. ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യാത്രക്കിടയിൽ അദ്ദേഹം RAFന്റെ ചെക്ക് പോസ്റ്റുകൾ വരും, അവിടെയുള്ള ഭടന്മാരെ കാണും, അവരോട് സംസാരിക്കും. അതുപോലെ പാപ്പ ഗീമയെ കാണും, സിസ്റ്ററെ കാണും. ഈ യാത്ര ഇങ്ങനെ തുടരുന്നിടയിലാണ് രാജ്പാൽ പുനിയയ്ക്ക് ഒരു സംശയം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 മാസമായി ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന രാജ്പാൽ പുനിയ എല്ലായ്പ്പോഴും ഒത്തിരി RAF ഭടന്മാരെ കാണുന്നതാണ്. അവരുടെ കൈവശമുള്ള ആയുധങ്ങളും അദ്ദേഹം കാണാറുണ്ട്. ആയുധങ്ങൾ മാറി മാറി വരാറുണ്ട്. ഹെവി ആയുധങ്ങൾ പലപ്പോഴും കാണാറുമില്ല. ആയുധങ്ങൾ മാറുന്നു, ഹെവി ആയുധങ്ങൾ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാണാത്ത ഹെവി ആയുധങ്ങളും മാറ്റപ്പെടുന്ന ആയുധങ്ങളും ഒക്കെ അവരെവിടെയായിരിക്കും സൂക്ഷിക്കുക? അങ്ങനെ ഒരു ചോദ്യം രാജ്പാൽ പുനിയുടെ മനസ്സിൽ വന്നപ്പോൾ പുനിയ അക്കാര്യം മേജർ നായരുമായി ഡിസ്കസ് ചെയ്തു. ശരിയാണ് പുനിയ, ഈ ആയുധങ്ങൾ അവർ എവിടെയായിരിക്കും സൂക്ഷിച്ചിരിക്കുക? ജൂലൈ 15-ന് രാവിലെ അവർ തുടങ്ങുന്ന ഓപ്പറേഷനിൽ RAFന്റെ കൈവശമുള്ള ആയുധം നിർണായകമായ ഒരു പങ്ക് വഹിക്കും. അതുകൊണ്ട് തന്നെ ആ ആയുധങ്ങൾ നശിപ്പിക്കാൻ പറ്റിയാൽ അവരുടെ യാത്ര സുഗമമാകും. ആ കാര്യം മനസ്സിലാക്കിയ രാജ്പാൽ പുനിയ അന്ന് സിസ്റ്ററെ കണ്ടപ്പോൾ സിസ്റ്ററോട് കാഷ്വലായി ചോദിച്ചു, അല്ല സിസ്റ്റർ, ഞാൻ അന്ന് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളൊരു റോക്കറ്റ് ലോഞ്ചർ ധരിച്ചിരിക്കുന്നുണ്ടല്ലോ, അതെന്താ ഇപ്പൊ കൊണ്ടു നടക്കാത്തെ? ഓ, അത് ഞങ്ങൾ സൂക്ഷിക്കായിപ്പിച്ചു. നിങ്ങളതെവിടെ സൂക്ഷിക്കുന്നത്? കാഷ്വലായിട്ട് തന്നെയാണ് ആ ചോദ്യവും. ഓ, അത് നമ്മുടെ ബാസ്ക്കറ്റിലാണ് സൂക്ഷിക്കുന്നത്. ബാസ്ക്കറ്റോ? അതെ, ബാസ്ക്കറ്റ് ദോ ആ കാണുന്ന ബിൽഡിംഗ് ആണ്. ടൗൺ സ്ക്വയറിൽ നിന്ന് ഹൈ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഇടതുവശത്ത് RAFന്റെ റേഡിയോ റൂമും അത് കഴിഞ്ഞൊരു കൂറ്റൻ ബിൽഡിങ്ങും ഉണ്ട്. ആ കൂറ്റൻ ബിൽഡിംഗ് ആണ് അവർ ബാസ്ക്കറ്റ് എന്ന് വിളിക്കുക. ശരിക്കും നമ്മൾ ബാസ്ക്കറ്റിൽ സാധനം ഇട്ട് വെക്കും പോലെ ആ ബിൽഡിങ്ങിൽ ആയുധങ്ങൾ കൊണ്ടുവയ്ക്കുകയാണ് അവർ ചെയ്യുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ രാജ്പാൽ പുനിക്ക് മനസ്സിലായി. വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് ഇപ്പോൾ രാജ്പാൽ പുനിക്ക് കിട്ടിയിരിക്കുന്നത്.
ആ വിവരവുമായിട്ടാണ് രാജ്പാൽ ഹൈഗ്രൗണ്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഹൈഗ്രൗണ്ടിലേക്ക് മടങ്ങിയെത്തിയ രാജ്പാൽ പുനിയ സുബേദാർ കേവലിനെ അടുത്തേക്ക് വിളിപ്പിച്ചു. കേവൽ ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. കേവലിനോടായി രാജ്പാൽ പറഞ്ഞു, കേവൽ, നമ്മുടെ ഈ ഓപ്പറേഷന്റെ നിർണായകമായ ഡ്യൂട്ടി നീയാണ് ചെയ്യേണ്ടത്. മേജർ, എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞോളൂ. കേവൽ, ഈ RAFന്റെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഹൈവേക്ക് സമീപത്തുള്ള ഒരു വീട്ടിലാണ്. അവർ ആ വീട്ടിനെ ബാസ്ക്കറ്റ് എന്നാണ് വിളിക്കുക. ആ ബിൽഡിംഗ് നമുക്ക് തകർക്കണം. ഓപ്പറേഷന്റെ അന്ന് ആദ്യത്തെ ആക്ഷൻ അതായിരിക്കണം. ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ബിൽഡിംഗ് ഏതാണെന്ന് രാജ്പാൽ ഹൈഗ്രൗണ്ടിൽ നിന്ന് വിരൽ ചൂണ്ടി കേവലിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഹൈഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ബിൽഡിംഗ് കൃത്യമായി കാണാം. ആ ബിൽഡിങ്ങിലേക്കൊന്ന് നോക്കി കേവൽ അയാളെ ഏൽപ്പിച്ച റോക്കറ്റ് ലോഞ്ചറുകളും മറ്റ് സംവിധാനങ്ങളും കുറച്ച് പുറകിലോട്ട് മാറ്റി. അവിടേക്ക് സുബേദാർ കേവൽ ആ റോക്കറ്റ് ലോഞ്ചർ പിടിപ്പിക്കുമ്പോൾ ആ ഭാഗത്ത് നിന്ന് ആ ബാസ്ക്കറ്റ് വളരെ വ്യക്തമാണ്. ശരിക്കും ഒറ്റ ഷോട്ടിൽ ആ ബാസ്ക്കറ്റ് തീർക്കാൻ പറ്റും. വളരെ വ്യക്തമായൊരു പ്ലാനാണ് അവിടെ നടക്കുന്നത്. ബാസ്ക്കറ്റ് എന്ന് RAF വിളിക്കുന്ന അവരുടെ ആയുധ സംഭരണശാല തകർക്കാനുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം നായറും രാജ്പാൽ പുനിയും ചേർന്ന് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിവിധ പ്ലാറ്റൂണുകളിൽ നിന്നുള്ള കുറച്ച് ആളുകൾ ചേർത്താണ് ആ ടീം ഉണ്ടാക്കിയത്. ആ ടീമിന്റെ ലീഡറായി തിരഞ്ഞെടുത്തത് ക്യാപ്റ്റൻ പ്രശാന്തിനെയാണ്. പ്രശാന്തിനെയും ടീമിനെയും തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വ്യക്തമായ ഒരു ഡ്യൂട്ടിയാണ് രാജ്പാലും നായരും കൂടി നൽകിയത്. ഡ്യൂട്ടി ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ്. ക്യാപ്റ്റൻ പ്രശാന്തിനോടായി രാജ്പാൽ പുനിയ പറഞ്ഞു, ക്യാപ്റ്റൻ, നിങ്ങളുടെ ടീമാണ് നമ്മുടെ ദൗത്യത്തിന് മുന്നിലുണ്ടാവുക. മുന്നിൽ കാണുന്ന എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ ആദ്യം തകർക്കേണ്ടത് RAFന്റെ റേഡിയോ റൂമാണ്. വളരെ വ്യക്തമായ നിർദ്ദേശം ക്യാപ്റ്റൻ പ്രശാന്തിന് രാജ്പാൽ പുനിയും മേജർ നായരും കൂടി നൽകി. മേജർ നായരാണ് ആ രണ്ട് കമ്പനികളെയും സംയോജിപ്പിക്കുന്നത്. ശരിക്കും രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ അവിടെ നടക്കുന്നതെങ്കിലും ആ ക്യാമ്പിനകത്തുള്ള UN നിരീക്ഷകർക്ക് എന്തൊക്കെയോ സൂചനകൾ കിട്ടുന്നുണ്ട്. എന്തോ മാറ്റം ക്യാമ്പിനകത്ത് സംഭവിക്കുന്നുവെന്ന് അവർക്ക് ഏകദേശം ഒരു ധാരണയായി. ആ ധാരണ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ദിവസം രാജ്പാൽ പുനിയും നായരും കൂടി ആ 11 ടീമിനെ ഒരു മുറിയിലേക്ക് വിളിപ്പിച്ചു. മുറി എന്ന് പറയുമ്പോൾ ടെന്റാണ്. ആ നിരീക്ഷക ടീം ക്യാപ്റ്റൻ രാജ്പാൽ പുനിയുടെയും മേജർ നായരുടെയും മുന്നിൽ എത്തിയതും രാജ്പാൽ അവരോട് പറഞ്ഞു, നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ശരിക്കും എന്തോ കാര്യങ്ങൾ അവിടെ നടക്കാൻ പോവുകയാണെന്നുള്ള ധാരണ ആ UN നിരീക്ഷകർക്ക് ഉണ്ടായിരുന്നെങ്കിലും അവർ രക്ഷിക്കാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ ആ 11 ആളുകളുടെയും മുഖം ശരിക്കും വിടർന്നു വരികയാണ്. അവരുടെയൊക്കെ ജീവിതം അവസാനിച്ചുവെന്ന് ആ 11 പേരും സ്വയം കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി രാജ്പാൽ പുനിയ ആ കാര്യം അവതരിപ്പിച്ചത്. അത് കേട്ടതും ആ 11 പേരും അനവധി ചോദ്യങ്ങൾ രാജ്പാൽ പുനിയുടെ ടീമിനോട് ചോദിച്ചതും രാജ്പാൽ പുനിയ അവരോട് പറഞ്ഞു, എന്നാണ് നിങ്ങൾ രക്ഷിക്കുന്നതെന്നും എപ്പോഴാണെന്നൊക്കെ വ്യക്തമായി നിങ്ങളോട് ഞങ്ങൾ ഇനി പറയാം. നിങ്ങൾ ഈ കാര്യം രഹസ്യമായി തന്നെ സൂക്ഷിക്കുക. ഒരു കാരണവശാലും ക്യാമ്പിൽ ആരോടും ഞാൻ ഈ പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യരുത്. ക്യാമ്പിനകത്തുള്ള എല്ലാ പട്ടാളക്കാരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നുമില്ല. ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ ടീമിനോടും കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും ഒരു tedious ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ആ ക്യാമ്പിനകത്ത് പ്ലാൻ ചെയ്യുന്നത്. ആ ക്യാമ്പിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും അവർക്ക് അവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ജോലിയും അതുപോലെ ഹെലിപ്പാഡ് ഒരുക്കുന്ന ജോലിയൊക്കെ ആ ക്യാമ്പിൽ നടക്കുമ്പോൾ മേജർ രാജ്പാൽ പുനിയ പകൽ നടന്ന് പാപ്പാഗീമയുടെ വീട്ടിലെത്തി. അന്ന് ജൂലൈ 14 ജൂലൈ 14 രാജ്പാൽ പുനിയെ കാണുമ്പോൾ പാപ്പാഗീമ രാജ്പാൽ പുനിയോട് ചോദിച്ചു, ഏയ് മേജർ, എന്തു പറ്റി? ഒരു വിഷമം? ഏയ് ഒന്നുമില്ല, കുറെ ദിവസമായില്ലേ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പാപ്പാഗീമയ്ക്ക് മേജർ രാജ്പാൽ പുനിയുടെ മുഖത്തുള്ള സങ്കടം വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിനുശേഷം സിസ്റ്ററെ കണ്ടപ്പോൾ സിസ്റ്ററും കൃത്യമായും രാജ്പാലിന്റെ മുഖത്തുനിന്ന് ഒരു വിഷമം വായിച്ചെടുക്കുന്നുണ്ട്. രാജ്പാൽ ശരിക്കും ധർമ്മസങ്കടത്തിലാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ രാജ്പാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സിസ്റ്ററും രാജ്പാൽ നേരത്തെ സംസാരിച്ച പാപ്പാഗീമയൊക്കെ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം. ആ രണ്ടു പേരോടും വല്ലാത്തൊരു അടുപ്പം രാജ്പാൽ പുനിയയ്ക്ക് ഉണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ശ്രമം രാജ്പാൽ നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ രാജ്പാലിനൊപ്പം കൂടെ നിന്ന് കെയ്ലാഖാനിലെ സാധാരണ ജനങ്ങളുണ്ട്. ആ ജനങ്ങളൊക്കെ ഈ റോഡിന്റെ ഇരുഭാഗത്തും അതുപോലെ ഈ ടൗണിന് ചുറ്റുമായിട്ടൊക്കെ ഉണ്ട്.
നാളെ അതിരാവിലെ അവരെല്ലാം കൊല്ലപ്പെടാൻ പോവുകയാണ്. അവരുടെയൊക്കെ ലൈഫിന് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടെ ആയുസുള്ളൂ. ആ ഒരു ചിന്ത രാജ്പാലിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. സിസ്റ്ററുടെ യാത്ര പറഞ്ഞ് രാജ്പാൽ ടൗൺ സ്ക്വയറിലേക്ക് ഇറങ്ങി ഹൈഗ്രൗണ്ടിലേക്ക് നടക്കുമ്പോൾ ഇരുഭാഗത്തുമുള്ള വീടുകൾ അവരുടെ വീടിന് മുകളിലായി പോളിത്തീൻ ഷീറ്റൊക്കെ വലിച്ചു കെട്ടുകയാണ്. മഴക്കാലം വരാൻ പോവുകയാണ്. മഴയിൽ നിന്ന് രക്ഷപ്പെടാനായി ആ പൊളിഞ്ഞു വീഴാറായ വീടുകൾക്ക് മുകളിൽ ആ ഷീറ്റ് വലിച്ചു കിട്ടുന്ന ആളുകളെ കണ്ടുകൊണ്ടാണ് രാജ്പാൽ പുനിയ ഹൈഗ്രൗണ്ടിലേക്ക് നടക്കുന്നത്. ആ വീടുകളുടെ മുകളിൽ കൂടി ആ പോളിത്തീൻ ഷീറ്റ് വലിച്ചു കെട്ടിയതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് അവരോട് പറയണമെന്ന് രാജ്പാൽ പുനിയയ്ക്ക് ഉണ്ട്. പക്ഷേ പറഞ്ഞാൽ അവിടെ ഇന്ത്യൻ സമാധാന സേനയിലെ ആ 233 ആളുകളും അവസാനിക്കും. ശരിക്കും ഒരു ധർമ്മസങ്കടത്തിൽ രാജ്പാൽ പുനിയ പെട്ടിരിക്കുകയാണ്. പക്ഷേ രാജ്പാൽ പുനിയുടെ ആ ധർമ്മസങ്കടം ഒന്നും ക്യാമ്പിൽ വരുമ്പോൾ കാണിക്കാൻ പറ്റില്ല. രാജ്പാൽ പുനിയ നായരുടെ അടുത്തെത്തിയതും രാജ്പാലും നായരും ചേർന്ന് ആ UN നിരീക്ഷകരെ ഒരിക്കൽ കൂടി അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. അവരോടായി നായർ പറഞ്ഞു, നിങ്ങളെ നാളെ രാവിലെ 6 മണിക്ക് ഇവിടുന്ന് രക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും 5 മണിക്ക് മുന്നേ റെഡിയായി നിൽക്കണം. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അവർ കേൾക്കുന്നത്. ആ വാർത്ത കേട്ടതും പാകിസ്ഥാൻകാരനായ ആ UN നിരീക്ഷകൻ ഓടി വന്ന് രാജ്പാൽ പുനിയെ കെട്ടിപ്പിടിച്ചു. അയാളുടെ ജീവിതം അവസാനിച്ചു എന്ന് അയാൾ കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇതാ പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവരോട് ഇന്ത്യക്കാരനായ ആ രാജ്പാൽ പുനിയും മേജർ നായറും കൂടി പറയുന്നത്. സന്തോഷം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കാണണമെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരനായ ആൻഡ്രൂവിൻ്റെ മുഖത്തിനെ നോക്കണം. അയാളുടെ മുഖത്ത് ശരിക്കും സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടു കൂടിയാണ് അവരെല്ലാവരും റെഡിയാകാൻ പോയത്. രാവിലെ ആ ചിനൂക്ക് ഹെലികോപ്റ്റർ ക്യാമ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഹെലികോപ്റ്റർ വരുന്ന ശബ്ദം RAFിന്റെ പ്രവർത്തകർ കേൾക്കും. ഹെലികോപ്റ്റർ ക്യാമ്പിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും RAF പ്രവർത്തകർ ആക്രമണത്തിനായി റെഡിയാകുമെന്ന് ക്യാമ്പിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ് ക്യാമ്പിലെ മുഴുവൻ അംഗങ്ങളും. ക്യാമ്പിലെ ദുർഗാദേവിയെ പൂജിക്കുന്ന ശിപായി വിനോദ് പൂജയ്ക്ക് കഴിഞ്ഞിട്ട് മേജർ രാജ്പാൽ പുനിയോട് പറഞ്ഞു, സാബ്, എനിക്ക് ഉറപ്പാണ് നമുക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല. 30% കാഷ്വാലിറ്റി ഉണ്ടാകുമെന്ന് ഫീൽഡ് കമാൻഡർ ജെറ്റ്ലി തീരുമാനിച്ചിരിക്കുന്ന ഓപ്പറേഷനിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് ശിപായി വിനോദിന്റെ അഭിപ്രായം. വിനോദിന്റെ ആ അഭിപ്രായം ശരിക്കും ഒരു വല്ലാത്ത ഊർജം മേജർ പുനിയിൽ ഉണ്ടാക്കുകയാണ്. അതിവേഗമാണ് തുടർന്ന് കാര്യങ്ങൾ നടക്കുന്നത്. രാവിലെ 5:30 മണി. അങ്ങ് ദൂരെ നിന്ന് ഒരു ഹെലികോപ്റ്റർ വരുന്ന ശബ്ദം കേൾക്കാം. ആ ഹെലികോപ്റ്ററിന് അത് ഇറങ്ങാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളക്കാർ അവരുടെ കൈവശമുള്ള ടോർച്ചുകൾ ആകാശത്തേക്ക് തെളിച്ചു. ആ ടോർച്ചുകളുടെ പ്രകാശം വളരെ ചെറുതാണ്. പക്ഷെ ആ നിമിഷത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. ആ ടോർച്ചുകളുടെ പ്രകാശത്തേക്കാൾ വളരെ വലിയ പ്രകാശത്തോടു കൂടിയാണ് ആ ഹെലികോപ്റ്റർ താഴേക്ക് താഴ്ന്നു വരുന്നത്. ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത അതേ നിമിഷത്തിൽ തന്നെ ആ 11 UN നിരീക്ഷകരും ഓടി അതിനകത്തേക്ക് കയറി. ഹെലികോപ്റ്റർ താഴ്ന്ന ശബ്ദം സ്വാഭാവികമായിട്ടും RAFിന്റെ പ്രവർത്തകരുടെ ശ്രദ്ധയപ്പെട്ടു. ഇന്ത്യൻ സമാധാന സേനയ്ക്ക് ഹെലികോപ്റ്ററിലൂടെ സപ്പോർട്ട് മെക്കാനിസം എത്തുകയാണെന്നുള്ള ഫീല് RAF പ്രവർത്തകർക്കുണ്ടായതും RAF പ്രവർത്തകർ അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ആ ബാസ്ക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന കെട്ടിടത്തിന് നേരെ ഓടി. ഈ സമയത്ത് സുബേദാർ കേതൽ ആ റോക്കറ്റ് ലോഞ്ചറുകളുമായി ആ ബാസ്ക്കറ്റ് തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അയാളുടെ നൈറ്റ് വിഷൻ എക്യുപ്മെന്റിലൂടെയും ബൈനോക്കുലറിലൂടെയും അയാൾക്ക് കൃത്യമായിട്ടും ആ കാഴ്ച കാണാം. ബാസ്ക്കറ്റിനടുത്തേക്ക് RAF പ്രവർത്തകർ ഓടി വരുന്നത്. വിളക്കിനടുത്തേക്ക് ഈയാമ്പറ്റകൾ ഓടി വരും പോലെ ഈ ബാസ്ക്കറ്റ് ബിൽഡിങ്ങിലേക്ക് സകല വശത്തു നിന്നും ആളുകൾ ഓടി വരികയാണ്. ആ ആൾക്കൂട്ടം, ആ RAF ഭടന്മാർ ബാസ്ക്കറ്റ് എന്ന ബിൽഡിങ്ങിനകത്തേക്ക് കയറിയ ആ നിമിഷത്തിൽ ഇവിടെ ഹൈഗ്രൗണ്ടിൽ നിന്ന് ഖാദറിന്റെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചർ ലോഞ്ച് ചെയ്യപ്പെട്ടു. ഒരു മിന്നൽ ഈ ഹൈഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടായതായി RAFിന്റെ പ്രവർത്തകർ കണ്ടപ്പോഴേക്കും ഒരു വൻ സ്ഫോടനം ആ ബാസ്ക്കറ്റ് ബിൽഡിംഗിൽ ഉണ്ടാവുകയാണ്. ബാസ്ക്കറ്റ് എന്ന് വിളിക്കപ്പെട്ട ആ ആയുധ സംഭരണശാലയിലേക്ക് ആ റോക്കറ്റ് ഇടിച്ചു കയറിയതും ഒരു കൂറ്റൻ സ്ഫോടനം ഉണ്ടായി. ശരിക്കും കണ്ണഞ്ചിക്കുന്ന പ്രകാശം ആ ബിൽഡിങ്ങിന് ചുറ്റും ഉണ്ടാകുമ്പോഴേക്കും ക്യാപ്റ്റൻ പ്രശാന്ത് ടീമും ഈ ക്യാമ്പിൽ നിന്ന് റോഡിലേക്ക് കടന്നു കഴിഞ്ഞു. റോഡിലേക്ക് കയറിയ ക്യാപ്റ്റൻ പ്രശാന്ത് ടീമും ഘട്ടക് ടീം എന്നാണ് അറിയപ്പെടുന്നത്. അവർ ഇരുഭാഗത്തേക്ക് നിറയൊഴിക്കുകയാണ്. ഇരുഭാഗത്തുമായി ധാരാളം വീടുകളും RAFിന്റെ ചെക്ക് പോസ്റ്റുകളുണ്ട്. ആ ചെക്ക് പോസ്റ്റുകളും വീടുകളും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രശാന്ത് ടീം നിറയൊഴിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ കേതൽ അടുത്ത റോക്കറ്റ്
ഇവിടെ സ്ക്വയറിലേക്ക് അയച്ചു കഴിഞ്ഞു. തുടർന്ന് കേതിൽ നടത്തിയ ഒരു ഭീകര താണ്ഡവം തന്നെയാണ് ആ ഭാഗത്തുണ്ടായത്. ഈ കാഴ്ചകൾ ഹൈഗ്രൗണ്ടിൽ നിന്ന് രാജ്പാൽ പുനിയ കാണുന്നുണ്ട്. രാജ്പാൽ പുനിയയ്ക്ക് ആ കാഴ്ച വ്യക്തമായി കാണാം. ഇവിടെ അത് എല്ലാ ദിവസവും എത്തുമായിരുന്ന ആ സ്ക്വയറും അതിന് ചുറ്റുപാടുകളും ഒക്കെ നിന്ന് കത്തുകയാണ്. എത്രയെങ്കിലും ആളുകൾ ആ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട് കാണുമെന്ന് ഇവിടെ നിൽക്കുമ്പോഴേ രാജ്പാൽ പുനിയയ്ക്ക് അറിയാം. രാജ്പാൽ പുനിയ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ആ കറുത്ത കുടയുമായി മുന്നോട്ടിറങ്ങി. 233 അംഗങ്ങളാണ് ആ ക്യാമ്പിനകത്ത് ഉണ്ടായിരുന്നത്. ആ 231 പേർക്കും കൈവശം വെക്കാനുള്ള ആയുധങ്ങൾ ആ ക്യാമ്പിലില്ല. ആ ക്യാമ്പിനകത്തുള്ള പല ആളുകളും സിഗ്നൽ ഡ്യൂട്ടി ചെയ്യുന്നവരോ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ആളുകളോ ഒക്കെയാണ്. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഇടപെടുന്നവരുമുണ്ട്. അവർക്കൊന്നും ആയുധങ്ങളില്ല. ആ ആയുധങ്ങളില്ലാത്ത ആളുകൾ ഉള്ളപ്പോൾ മേജർ രാജ്പാൽ പുനിയ സ്വയം ആയുധം കരുതുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേജർ കുടയുമായിട്ടാണ് മുന്നേ നടക്കുന്നത്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഹട്ടക് ടീമിന്റെ തൊട്ടു പുറകെ രാജ്പാൽ പുനിയ കുടയുമായി നടക്കുകയാണ്. അതിന് പുറകെ അടുത്ത ടീമുണ്ട്. ഏറ്റവും പുറകിൽ ഒരു ടീമുണ്ട്. അവർക്ക് വളരെ വളരെ നിർണായകമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. ആ ടീമാണ് അമ്പരന്ന് പോയിരിക്കുന്ന RAFന്റെ തിരിച്ചടി തടയേണ്ടത്. ക്യാമ്പ് അംഗങ്ങൾ വരിയായിട്ട് ഈ റോഡിലേക്ക് കയറിയ അതേ സമയത്ത് ഇവിടെ ദാരു പട്ടണത്തിലുള്ള ബറ്റാലിയൻ കമാൻഡർ കേണൽ സതീഷിന്റെ ടീം ദാരുവിൽ നിന്ന് കൈലാഹാനിലേക്ക് തിരിച്ചു കഴിഞ്ഞു. രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത്. അതേ സമയത്ത് ഫോഴ്സ് കമാൻഡർ ജെറ്റ്ലിയുടെ നിർദ്ദേശപ്രകാരം 2 അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ ആകാശത്തേക്ക് പറന്നു വരാനായി റെഡിയാവുകയാണ്. പക്ഷെ ആ സമയത്താണ് അപ്രതീക്ഷിതമായി മറ്റൊരു കാര്യം സംഭവിച്ചത്. ആ ഹെലികോപ്റ്ററുകൾ ഉള്ള ഭാഗത്ത് അതിശക്തമായ മഴ ആരംഭിച്ചു. അതിശക്തമായ മഴ എന്ന് പറഞ്ഞാൽ തുള്ളിക്കൊരു കുടം എന്ന് പറയുന്നത് പോലെ മഴ അങ്ങ് പെയ്തിറങ്ങുകയാണ്. ഒരു കാരണവശാലും ആ ഹെലികോപ്റ്ററുകൾക്ക് പറന്നു പോകാൻ പറ്റാത്ത ശൈലിയുള്ള കാറ്റും അവിടെ ഉണ്ട്. ഈ സമയത്ത് ഹട്ടക് ടീമിന്റെ ക്യാപ്റ്റൻ പ്രശാന്ത് ഈ റേഡിയോ റൂമിന് സമീപെത്തിക്കഴിഞ്ഞു. അടുത്ത പക്ഷം നമ്മൾ കാണുന്നത് ആ റേഡിയോ റൂം ശക്തമായ സ്ഫോടനത്തിൽ തകരുന്നതാണ്. റേഡിയോ റൂമിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശം മറ്റ് RAF ക്യാമ്പുകളിലേക്ക് കൊടുക്കാൻ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നതിന് മുമ്പ് ആ റേഡിയോ റൂം കഷ്ണങ്ങളായി ചിതറിയിരുന്നു. ശരിക്കും വൻ സ്ഫോടനമാണ് ആ റേഡിയോ റൂമിൽ നടന്നത്. ക്യാപ്റ്റൻ പ്രശാന്ത് ഒരു കിടിലമാണെന്ന് തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ വിളിച്ചു പറയുകയാണ്. ഏറ്റവും മുന്നിൽ പോകുന്ന വാഹനം പ്രശാന്തിന്റെ വാഹനമാണ്. ആകെ 3 വാഹനമേ ആ ക്യാമ്പിനുള്ളൂ. അതിലൊന്ന് ഒരു ജിപ്സിയാണ്, മാരുതി ജിപ്സി. പിന്നെ ഉള്ളത് 2 കവചിത വാഹനങ്ങളാണ്. അതിൽ ഒരു കവചിത വാഹനമാണ് പ്രശാന്ത് ഉപയോഗിക്കുന്നത്. പ്രശാന്തിന്റെ ആ കവചിത വാഹനത്തിൽ എല്ലാ ഭാഗത്തേക്കും തിരിയുന്ന ഗണ്ണുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും തിരിയുന്ന ആ ഗണ്ണുകളുമായി പ്രശാന്ത് മുന്നേറുമ്പോൾ ചുറ്റും തീ ഇങ്ങനെ പടരുകയാണ്. സംശയം തോന്നുന്ന എല്ലാ മേഖലയിലേക്കും പ്രശാന്ത് നിറയൊഴിക്കുകയാണ്. പ്രശാന്തിനൊപ്പമുള്ള ടീമും എല്ലാ ഭാഗത്തേക്കും നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിയുടെയും പുകയുടെയും ശബ്ദമല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. ഈ സമയത്താണ് മേജർ രാജ്പാൽ പുനിയ നടന്ന് ഈ സ്ക്വയറിലെത്തിയത്. ആ സ്ക്വയറിൽ പാപ്പ ഗീമയുടെയും സിസ്റ്ററുടെയും വീടുകൾ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ശൈലിയിൽ ആ ഭാഗം ഏതെന്ന് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ടൗൺ സ്ക്വയറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു സംഭവങ്ങളും അവിടെ ആ ശൈലിയിൽ കാണാനില്ല. മൺകൂനകളിൽ നിന്ന് തീയും പുകയും ഉയരുന്നത്. കരച്ചിലിൻ്റെയും അലമുറയിടലിൻ്റെയും ശബ്ദം കേൾക്കുമ്പോഴേക്കും ടൗൺ സ്ക്വയറിൽ നിന്ന് പ്രശാന്തിന്റെ ടീം ദാരുവിലേക്ക് തിരിഞ്ഞിരുന്നു. ദാരുവിലേക്ക് ആ ടീം തിരിയുമ്പോഴാണ് ആദ്യത്തെ വെടിവെപ്പ് ആ ടീമിന് നേരെ ഉണ്ടാവുന്നത്. ആ ടീമിന് നേരെ വെടിവെപ്പ് ഉണ്ടായ ബിൽഡിംഗ് രാജ്പാൽ പുനിയ കണ്ടു. അത് മേജർ കുപ്പോയുടെ ബിൽഡിംഗ് ആണ്. മേജർ കുപ്പോയുടെ ബിൽഡിംഗിൽ നിന്നാണ് സൈന്യത്തിന് നേരെ നിറയൊഴിക്കപ്പെടുന്നത് കണ്ടതും പ്രശാന്തിനോടായി രാജ്പാൽ പുനിയ പറഞ്ഞു, തകർക്ക്. കേൾക്കേണ്ട താമസം പ്രശാന്തിന്റെ ആ ഗണ്ണുകളുടെ വ്യൂഹം രാജ്പാൽ പുനിയുടെ നേരെ തിരിഞ്ഞു. കുപ്പയുടെ ബിൽഡിങ്ങിലേക്ക് അടുത്ത നിമിഷം തൊടുക്കപ്പെട്ടത് ഒരു റോക്കറ്റാണ്. ആ റോക്കറ്റ് കുപ്പയുടെ ബിൽഡിങ്ങിൽ വീണ് കഴിയുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഒരു വല്ലാത്ത തീ കൂമ്പാരമാണ്. രാജ്പാൽ പുനിയയ്ക്ക് എതിരെ നിന്ന് വോളിബോൾ കളിക്കുമായിരുന്ന മേജർ കുപ്പോയി ഒരു ഓർമ്മ മാത്രമായി മാറിയ നിമിഷം. ശരിക്കും ഈ കൈലാഹാൻ മേഖല പൂർണ്ണമായി ഇപ്പൊ തീയാളുകയാണ്. തീയും പുകയുമല്ലാതെ വേറെ ഒന്നുമില്ല. RAF ഏതാണ്ട് സ്ട്രക്കായി നിൽക്കുകയാണ്. RAFന്റെ മറ്റ് കേന്ദ്രങ്ങളിൽ എന്താണ് കൈലാഹാനിൽ നടന്നിരിക്കുന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കൈലാഹാനിൽ പരിക്കേറ്റിരിക്കുന്ന ആ ഭടന്മാർ കാട്ടിനകത്തേക്ക് ഓടിയിരിക്കുകയാണ്. കാട്ടിനകത്തുള്ള അവരുടെ ക്യാമ്പുകൾ വഴി വിവരം മറ്റ് സ്ഥലങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. കൈലാഹാനിൽ നിന്ന് ഈ ദാരുവിലേക്കുള്ള യാത്ര ശരിക്കും
ദൈർഘ്യമേറിയ യാത്രയാണ്. കൈലാഹാൽ എന്ന ടീം എത്തേണ്ടത് ഇവിടെ പെൻഡംബു എന്ന് പറയുന്ന സ്ഥലത്താണ്. ദാരു എന്നുള്ള ടീമും എത്തുന്നത് ഇവിടെ പെൻഡംബുവിലാണ്. ഈ പെൻഡംബുവിൽ നിന്ന് സൈന്യത്തെ ഹെലികോപ്റ്ററിലൂടെ എയർലിഫ്റ്റ് ചെയ്യാനാണ് തീരുമാനം. പക്ഷേ പെൻഡംബു RAFന്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. അവിടെ വൻതോതിൽ RAF സേനയുണ്ട്. ആ RAF സേനയെ ന്യൂട്രലൈസ് ചെയ്യാനാണ് ദാരുൽ നിന്ന് ടീം അവിടേക്ക് എത്തേണ്ടത്. കൈലാഹാലിൽ നിന്ന് പെൻഡംബുവിൽ എത്തുന്നിടയ്ക്ക് പ്രധാനപ്പെട്ട വേറെ സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം RAFന്റെ കേന്ദ്രങ്ങളാണ്. ആ ഭാഗത്ത് എത്തുമ്പോൾ കൈലാഹാലിലെ സേനയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ വേണ്ടത്. ആ അറ്റാക്കിംഗ് ഹെലികോപ്റ്റേഴ്സിനാണ് അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് പറന്നു പോകാൻ പറ്റാതെ ഇരിക്കുന്നത്. ശരിക്കും മഴ പെയ്യാണ്. ആ മഴ പെയ്യുന്ന സമയത്ത് അറ്റാക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് അല്ലാത്ത ഹെലികോപ്റ്റേഴ്സ് ഒരു സപ്പോർട്ട് മെക്കാനിസം ചെയ്തു. അവർ ഫൈറ്റ് തുടങ്ങി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കെനേവോ ഭാഗത്ത് അനവധി പാരാച്യൂട്ട് ഭടന്മാരെ ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സിനെ ആയുധധാരികളായ ആ സ്പെഷ്യൽ ഫോഴ്സ് ഭടന്മാർ ഇവിടെ എത്തിയതും രാജ്പാൽ പുനിയ ക്യാപ്റ്റൻ പ്രശാന്തിന് ഒരു നിർദ്ദേശം കൊടുത്തു. ഇനി സ്പെഷ്യൽ ഫോഴ്സുകാർ പട നയിക്കട്ടെ, പ്രശാന്ത് ബാക്ക് എൻഡ് നോക്കണം. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് രാജ്പാൽ പുനിയ പറഞ്ഞത്. പക്ഷേ യുദ്ധം നടക്കുമ്പോൾ തീരുമാനം എടുക്കേണ്ടത് കമാൻഡറാണ്. കമാൻഡർ തീരുമാനം എടുക്കുമ്പോൾ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഏതൊരു സൈനികനും. മനസ്സില്ല മനസ്സോടെ പ്രശാന്ത് അയാളുടെ ആ ഘട്ടക് ടീമിനെ സേനയുടെ പിൻഭാഗത്തേക്ക് പിൻവലിച്ചു. ഇപ്പൊ മുൻഭാഗത്ത് ആ സ്പെഷ്യൽ ഫോഴ്സാണ്. സ്പെഷ്യൽ ഫോഴ്സ് ഭടന്മാർ ഈ പ്രശ്നത്തിൽ ആദ്യമായി ഇടപെടുകയാണ്. അതിൻ്റെതായ ഊർജവും അവർക്കുണ്ട്. അവർ ആ റോഡിന്റെ ഇരുഭാഗത്തേക്കും സംശയം തോന്നുന്ന എല്ലാ മേഖലയിലേക്കും നിറയൊഴിക്കുകയാണ്. ശരിക്കും വെടിയുടെ ഒരു ബഹളം തന്നെയാണ്. മഴ പെയ്യുന്നത് പോലെ വെടിയുണ്ടകളും ഇരുഭാഗത്തേക്കും ചീറിപ്പായുകയാണ്. ഇടയ്ക്കിടയ്ക്ക് റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്ന് റോക്കറ്റുകൾ. ഒരു സേന യുദ്ധം നടത്തിക്കൊണ്ട് മുന്നേറുകയാണ്. എതിരാളി മറുഭാഗത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അവർ നോക്കുന്നതേ ഇല്ല. ഏതെങ്കിലും ശൈലിയിൽ ഒരു സംശയം അവർക്ക് തോന്നിയാൽ, ഒരു അനക്കം കണ്ടാൽ ആ ഭാഗത്തേക്ക് നിറയൊഴിക്കുകയാണ്. ആ ടീം അതിവേഗം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഗീഹൻ എന്ന സ്ഥലം എത്തുന്നത്. ഗീഹൻ എന്ന സ്ഥലം എത്തിയതും ഒരു ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തു. ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങിയത് ഫോഴ്സ് കമാൻഡർ സാക്ഷൽ ജനറൽ ജെറ്റ്ലിയാണ്. യുദ്ധം നടക്കുന്നതിനിടയിൽ ഈ ശൈലിയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വരുന്നത് മേജർ രാജ്പാൽ പുനിയ ആദ്യമായിട്ടാണ് കാണുന്നത്. ജെറ്റ്ലി ശരിക്കും ആവേശത്തിലാണ്. RAFന് അവരുടെ സ്ട്രോങ് ഹോൾഡിൽ വെച്ച് ഒരു തിരിച്ചടി കൊടുക്കുന്നതിന്റെ എല്ലാ സന്തോഷവും ജെറ്റ്ലിയുടെ മുഖത്തുണ്ട്. ജെറ്റ്ലി ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതും ഓടി രാജ്പാൽ പുനിയുടെ അടുത്തേക്ക് വരികയായിരുന്നു. രാജ്പാൽ പുനിയെ ജെറ്റ്ലിയെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. രണ്ടുപേർക്ക് തമ്മിൽ ഒരു പരിചയമില്ല. പക്ഷേ രാജ്പാൽ പുനിയെ കണ്ടുടൻ ജെറ്റ്ലി ഓടി എത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനം അദ്ദേഹം ഓർക്കാതെ ഓടി വന്ന് രാജ്പാലിനെ ആശ്ലേഷിക്കുകയായിരുന്നു. രാജ്പാൽ, യു ഡൺ ഇറ്റ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജെറ്റ്ലി മുഴുവൻ ആളുകളോട് പറഞ്ഞു, ഒരു നിമിഷം പോലും നിങ്ങൾ മറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങൾ മുഴുവൻ പേരും ജീവനോടെ ഈ നാട് വിട്ടിരിക്കും. ഫോഴ്സ് കമാൻഡർ ജെറ്റ്ലിയുടെ ശരിക്കും തുളച്ചു കയറുന്ന ശബ്ദം ആ ആളുകൾക്കുണ്ടാക്കിയ ആവശ്യം വളരെ വലുതാണ്. ഇപ്പോ ഈ സേനയ്ക്കൊപ്പം സ്പെഷ്യൽ ഫോഴ്സിന്റെ ടീമിന്റെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഈ സമയത്താണ് അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ രംഗത്തെത്തിയത്. മഴ ഒന്ന് കുറഞ്ഞതും അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ ശരിക്കും ഒരു അസറ്റായി മാറി. അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ രംഗത്ത് വരുന്ന ആ സമയമായപ്പോൾ RAF കൈലാഹാലിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അവിടെ എല്ലാ മേഖലകളിലുള്ള സൈന്യവും ഇന്ത്യൻ സമാധാന സേനയെ തടുക്കാനായി ഈ റോഡിലേക്ക് ഇരച്ചെത്തുകയാണ്. തുടർന്ന് നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത ഒരു യുദ്ധമാണ്. RAFന്റെ ആയിരക്കണക്കിന് ഭടന്മാരും ഇന്ത്യയുടെ സമാധാന സേനയും തമ്മിൽ നേർക്കുനേറുള്ള യുദ്ധം. വെടിയുടെയും പുകയുടെയും ഒരു സമ്മിശ്ര രംഗമാണ് തുടർന്ന് അവിടെ കാണുന്നത്. ശരിക്കും ഒരു നേർക്കുനേർ യുദ്ധമാണ്. ആധുനിക ആയുധങ്ങൾ ഒരുപാട് RAFന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ആയുധങ്ങൾ അവരുടെ കൈവശം ഉണ്ടെങ്കിലും നമ്മുടെ അറ്റാക്കിംഗ് ഹെലികോപ്റ്റേഴ്സിലുള്ള നമ്മുടെ ഗണ്ണേഴ്സ് അക്ഷരാർത്ഥത്തിൽ അവന്മാരെ വെള്ളം കുടിപ്പിച്ചു തന്നെ പറയാം. ആകാശത്ത് നിന്ന് ആ ഗണ്ണേഴ്സിന്റെ ഷാർപ്പ് ഷൂട്ടിംഗ് ശരിക്കും താഴെയുള്ള RAF വരെ നിലത്ത് നിർത്തിയില്ലെന്ന് തന്നെ പറയാം. ഒരുപാട് കാഷ്വാലിറ്റി ആ ഹെലികോപ്റ്ററിൽ ഉണ്ടാക്കുകയാണ്. ഈ സമയത്താണ് ക്യാപ്റ്റൻ പ്രശാന്ത് അയാളുടെ ദൗത്യം യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള സേനയാണ് ആ റോഡിലൂടെ അങ്ങനെ മാർച്ച് ചെയ്യുന്നത്. ഈ യാത്ര നടക്കുന്ന സ്ഥലം റോഡാണെന്ന് ചോദിച്ചാൽ റോഡാണെന്ന് പറയാന്നേ ഉള്ളൂ. വാഹനങ്ങളൊക്കെ പോകാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. വാഹനങ്ങളായിട്ട് അധികം ഇല്ലാത്തത് കൊണ്ട് ഭടന്മാർ നടന്നാ പോകുന്നത്. ഏറ്റവും മുന്നിൽ ആ കുട പിടിച്ചുകൊണ്ട് രാജ്പാൽ പുനിയ നടക്കുകയാണ്. രാജ്പാൽ പുനിയുടെ പിന്നിൽ വേറെ ടീമുണ്ട്. രാജ്പാൽ പുനിയുടെ മുന്നിലാണ് ആ സ്പെഷ്യൽ ഫോഴ്സ് ഉള്ളത്.
സ്പെഷ്യൽ ഫോഴ്സുകാർ വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടീം അങ്ങനെ പോകുമ്പോൾ RAF സാവധാനം സംഘടിച്ചു തുടങ്ങി. RAF നമ്മുടെ പിൻനിരയെ ആക്രമിച്ചു തുടങ്ങി. അതിശക്തമായ ഫയറിംഗ് ആണ് പിൻനിരയ്ക്ക് നേരെ RAFന്റെ കയ്യിൽ നിന്നുണ്ടായത്. ആ ഫയറിംഗ് ആരംഭിച്ചപ്പോഴാണ് പ്രശാന്ത് പിന്നീട് ചാർജ് ആകുന്നത്. ക്യാപ്റ്റൻ പ്രശാന്തിന് മുൻനിരയിൽ നിന്ന് പിൻനിരയിലേക്ക് മാറ്റിയതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു. ആ വിഷമൊക്കെ പ്രശാന്ത് തീർക്കുന്നത് ആ നിമിഷം മുതലാണ്. ശരിക്കും ഒരു മുൻനിര ഇടിച്ചു കയറി പോകും പോലെ ക്യാപ്റ്റൻ പ്രശാന്ത് ആ RAF ഭടന്മാരെ ഒന്ന് നേരിട്ട് തുടങ്ങി. ക്യാപ്റ്റൻ പ്രശാന്തും അയാൾക്കൊപ്പമുള്ള ആ 30 പേരടങ്ങിയ ടീമും ഇടതടവില്ലാതെ തങ്ങളെ ആക്രമിക്കുന്ന RAFകാരെ നേരിട്ട് തുടങ്ങുന്നതോടുകൂടി പിൻഭാഗത്തും മുൻഭാഗത്തും ഇരുവശങ്ങളിലും യുദ്ധമായി. ഏകദേശം 1 കിലോമീറ്റർ നീളത്തിലുള്ള ഇന്ത്യൻ സേനയുടെ എല്ലാ ഭാഗവും ആക്രമിക്കപ്പെടുകയാണ്. മുകളിലുള്ള ഹെലികോപ്റ്ററിലെ ആ അറ്റാക്കിംഗ് ഗണ്ണേഴ്സ് RAFന്റെ മുൻനിരയെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ പുറകിലുള്ള പ്രശാന്ത് പിൻനിരയെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഇതേ സമയത്ത് നടുക്കുള്ള സേന ഇരുഭാഗത്തേക്കും നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അനക്കം കാണുന്ന എല്ലാ മേഖലകളിലേക്കും നിറയൊഴിക്കുകയാണ്. ആ സേന അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ വഴിയിൽ ഒരു വൻ ഗർത്തം അവർ കാണുന്നത്. ആ ഗർത്തം RAF ബോംബ് വെച്ച് തകർത്തതാണ്. ശരിക്കും സേനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ റോഡ് ബ്രേക്ക് ആയിരിക്കുകയാണ്. സ്പെഷ്യൽ ഫോഴ്സിന്റെ കയ്യിലുള്ള ആ കവചിത വാഹനത്തിന് ആ കുഴിയിലൂടെ ഇറങ്ങിക്കയറി പോകാൻ പറ്റാത്ത സാഹചര്യം. ഭടന്മാർക്കും അതുപോലെ തന്നെ. ഉടൻ തന്നെ രാജ്പാൽ പുനിയ ആ കാര്യം ഫോഴ്സ് കമാൻഡർ ജെറ്റ്ലിയെ ഇൻഫോം ചെയ്തു. കൃത്യം 30 മിനിറ്റ് കഴിഞ്ഞതും മുകളിൽ ഹെലികോപ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഹെലികോപ്റ്ററിൽ നിന്ന് അടിയന്തരമായി പാലം നിർമ്മിക്കാനുള്ള സാധനങ്ങൾ അതിവേഗം താഴേക്കെത്തി. ശരിക്കും ദ്രുതഗതിയിലുള്ള വർക്കാണ് പിന്നെ നടന്നത്. ഇന്ത്യൻ എഞ്ചിനീയേഴ്സിന്റെ കരവിരുത് അൺബിലീവബിൾ എന്ന വാക്കുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റും. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സേനയ്ക്ക് കടന്നു പോകാൻ കഴിയുന്ന ശൈലിയിൽ അവിടെ ഒരു പാലം നിർമ്മിക്കപ്പെട്ടു. ഈ സമയത്ത് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സുകാർ ആ പാലം തകർത്ത RAFനെ തലങ്ങും വിലങ്ങും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്തിന് ആ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ മുകളിൽ നിന്നുകൊണ്ട് RAFൻ്റെതായി അനക്കം തോന്നുന്ന എല്ലാ മേഖലകളും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും ഈ പുകയും തീയും പടരുമ്പോഴാണ് താഴെ എഞ്ചിനീയേഴ്സ് ആ പാലം നിർമ്മിച്ചത്. ആ പാലം നിർമ്മാണം നടക്കുന്ന സമയത്ത് നമ്മുടെ സേന ഏതാണ്ട് സ്റ്റില്ലായി നിൽക്കുകയാണ്. അവർക്ക് ചലിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ ഭാഗത്തേക്കും അവിടെ ശ്രദ്ധയുണ്ട്. ഈ സമയത്താണ് ദാരുവിൽ നിന്ന് പെൻഡബയിലേക്ക് സേന എത്തിയത്. അവിടെ ഒരു ഉഗ്രൻ പോരാട്ടം തന്നെ നടന്നു. RAFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആ മേഖല. ദാരുവിൽ നിന്നുള്ള കേണൽ സതീഷിന്റെ ടീം അവിടെ ഒരു നരനായാട്ട് നിന്ന് നടത്തിയെന്ന് പറയാം. ശരിക്കും ഒരു വൺ ഫയറിങ്ങിന് ശേഷം സകല ബിൽഡിങ്ങുകളിലേക്കും അവർ ഇരച്ചു കയറുകയായിരുന്നു. ആ ഫയറിങ്ങിന് ശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ ഏതാണ്ട് തരിശായി എന്ന് പറയാം. മുഴുവൻ ആളുകളും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. ഈ സമയത്താണ് ദാരുവിൽ നിന്നുള്ള ഒരു ട്രക്കിലേക്ക് RAFന്റെ ഒരു റോക്കറ്റ് തറച്ചു കയറുന്നത്. ശരിക്കും ഡ്രൈവറുടെ മറുഭാഗത്തുള്ള ആള് മിസ്സായി ഡ്രൈവറുടെ പുറത്തേക്ക് ആ റോക്കറ്റ് ഒന്ന് ഇടിക്കുകയായിരുന്നു. റോക്കറ്റ് അയാളുടെ ബോഡിയിലൂടെ കയറി പോവുകയായിരുന്നു. ബോഡിയിലൂടെ ആ റോക്കറ്റ് കയറി പോകുമ്പോൾ ആ വാഹനത്തിനകത്ത് സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരമുണ്ട്. ആ സ്ഫോടക വസ്തുക്കൾ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ചാൽ സേന വൻതോതിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കിയ ആ ധീരനായ ജവാൻ ആ റോക്കറ്റ് പതിച്ചിട്ടും ആ വാഹനം അതിവേഗം അതിദൂരേക്ക് ഓടിച്ചു കയറ്റി. ബാക്കി സൈനികർ നോക്കി നിൽക്കുമ്പോൾ വൻ സ്ഫോടനത്തോടുകൂടി ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്ത് ആ ട്രക്ക് പൊട്ടിത്തെറിക്കുന്നത് വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാണ് നമ്മുടെ സേന കണ്ടത്. ഇന്ത്യൻ സമാധാന സേനയ്ക്ക് ദാരുവിൽ നിന്നുള്ള ആ യാത്രയിൽ ഉണ്ടായ ആ ദുരന്തം ഒരു വല്ലാത്ത ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഈ സമയത്താണ് അവിടെ ടൗണിൽ ആക്രമണം ആരംഭിച്ചത്. ആ ആക്രമണത്തിന്റെ എൻഡിലാണ് ഇവിടെ നമ്മുടെ ഹവിൽദാർ ഈ ശൈലിയിൽ കൊല്ലപ്പെട്ട വിവരം അറിയുന്നത്. എല്ലാവർക്കും സങ്കടമുണ്ടായ ആ വാർത്ത അറിയുമ്പോഴേക്കും മറ്റൊരു വാർത്ത അവരെ തേടിയെത്തി. കൈല ഖാൻ എന്നുള്ള സംഘം ഇതാ പെൻഡൽമേറ്റിന് സമീപിക്കുന്നു. രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര അവിടെ എത്തുമ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട്. 5:30 മണിക്കാണ് ആ ടീം അവിടെ എത്തിയത്. ക്യാപ്റ്റൻ പ്രശാന്തും ക്യാപ്റ്റൻ സുനിലും ഒക്കെ വല്ലാത്ത ആവേശത്തിലാണ്. അവരവിടെ എത്തുമ്പോൾ ദാരുവിൽ നിന്ന് എത്തിയ ബറ്റാലിയൻ കമാൻഡർ കേണൽ സതീഷ് ഉണ്ട്. കേണൽ സതീഷ് നിർനിമേഷനായാണ് ആ കാഴ്ച കണ്ടത്. കുടയും പിടിച്ച് മുന്നേ നടന്നു വരുന്ന സാക്ഷാൽ മേജർ രാജ്പാൽ പുനിയെ വളരെ അമ്പരപ്പോടുകൂടിയാണ് കേണൽ സതീഷ് നോക്കിക്കണ്ടത്. ഏകദേശം 2.5 മാസത്തോളം RAFന്റെ കോട്ടയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയ ഇന്ത്യൻ സേനയെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയും കേണൽ സതീഷിന് ഉണ്ടായിരുന്നില്ല. അയാൾ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ആ 233 ആളുകളെയും രാജ്പാൽ പുനിയും മേജർ നായരും ചേർന്ന്
ആ സ്ഥലത്തേക്ക് എത്തിച്ചു. പിറ്റേന്ന് രാവിലെയാണ് അവിടുന്ന് ഹെലികോപ്റ്ററിൽ അവർ ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ രാത്രി ഏറ്റവും നിർണായകമായ രാത്രിയാണ്. സകല സ്ഥലത്തും തിരിച്ചടി കിട്ടിയ RAF സ്വാഭാവികമായിട്ടും അവിടെ എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് ആ രാത്രിയിൽ ആ ക്യാമ്പ് ആക്രമിക്കാനുള്ള സർവ്വസാധ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സേന എല്ലാ തയ്യാറെടുപ്പുകളോടെയും രാത്രി കാവലിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയായി RAFന്റെ ആളുകളെത്തി. പക്ഷെ അവരെ പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ സേനയ്ക്ക് അതൊരു വിരുന്നായി മാറി. ശരിക്കും അതിശക്തമായ ഒരു പോരാട്ടത്തിന് തുനിയാതെ RAF ആ രാത്രിയിൽ തോറ്റോടുകയായിരുന്നു. എന്തായാലും നേരം വെളുത്തോടുകൂടി നമ്മുടെ സേനയെ അവിടെ നിന്ന് ദാരുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എയർലിഫ്റ്റിംഗ്, ചരിത്രം ചമച്ച ഒരു എയർലിഫ്റ്റിംഗ്. ആ എയർലിഫ്റ്റിംഗിന്റെ അവസാനം മുഴുവൻ ആളുകളും ദാരുവിലെത്തുമ്പോൾ യുവനുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഭയങ്കര അതിശയമാണ്. RAFന്റെ സ്ട്രോങ് ഹോൾഡാണ് കൈലാ ഖാൻ. അവിടെ അവരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവരുടെ ആ സാമ്രാജ്യത്തിനുള്ളിലൂടെ നടന്ന് ഇന്ത്യൻ സേന ഇത്രയും ദൂരം കവർ ചെയ്യുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. സമാധാനത്തിന്റെ അവസാന വാക്കായി രാജ്പാൽ പുനിയ ആദ്യം മുതൽ ഉണ്ടായിരുന്നു. പക്ഷെ അവസാന നിമിഷത്തിൽ സംഹാരത്തിന്റെ അവസാന വാക്കായി രാജ്പാൽ പുനിയ മാറിയപ്പോൾ അവിടെ RAF ഇല്ലാതാവുകയായിരുന്നു. RAFന്റെ അവരുടെ സ്ട്രോങ് ഹോൾഡിലുണ്ടായ ആ പരാജയം സെയ്റ ലയന്റെ വിധി തന്നെ മാറ്റിയെഴുതി. RAF ചർച്ചയ്ക്ക് തയ്യാറായത് ആ നിമിഷത്തിലാണ്. അവർ പരാജയപ്പെടില്ല എന്നായിരുന്നു അതുവരെയുള്ള അവരുടെ ധാരണ. അങ്ങനെ അല്ലെന്നും അവർ പരാജയപ്പെടുമെന്നും ബോധ്യമായ നിമിഷത്തിൽ അവർ ചർച്ചയ്ക്ക് റെഡിയാവുകയും ഐക്യരാഷ്ട്രസഭ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. ശരിക്കും ചരിത്രം അവിടെ ചമക്കപ്പെടുകയായിരുന്നു. ആ ചരിത്രം ചമച്ചത് ഓപ്പറേഷൻ ഹുക്രിയുടെ നേതാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ജനറൽ ജെറ്റ്ലിയും കേണൽ സതീഷും മേജർ രാജ്പാൽ പുനിയും മേജർ നായറും ക്യാപ്റ്റൻ പ്രശാന്തും ക്യാപ്റ്റൻ സുനിലും അങ്ങനെ തുടങ്ങി ഒത്തിരി പേർ ചേർന്നിട്ടാണ്. ആ റോക്കറ്റ് ലോഞ്ചർ കൃത്യസമയത്ത് RAFന്റെ ആ ബാസ്ക്കറ്റിലേക്ക് ആയുധ കേന്ദ്രത്തിലേക്ക് കൊടുത്ത കേതൽ പോരും തൻ്റെതായ പങ്ക് ഭംഗിയായി നിർവഹിക്കുകയായിരുന്നു. ശരിക്കും ഒരു കൂട്ടായ്മയുടെ വിജയമായിരുന്നു അവിടെ ഉണ്ടായത്. ആ കൂട്ടായ്മയുടെ വിജയം യുദ്ധത്തിൽ എല്ലായ്പ്പോഴും അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ ഓപ്പറേഷൻ ഹുക്രിയെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.